ഈ ക്രിസ്ത്യ വിവാഹത്തിനകത്തൊരു പ്രശ്നമുണ്ട്. ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി പറ്റില്ല. ഈ ഡൈവോഴ്സ് എന്നുള്ള പരിപാടി പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തിയോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. ഡൈവോഴ്സിനകത്ത് വിവാഹം കഴിക്കുമ്പോൾ ഉള്ള ഉടമ്പടി എന്ന് പറയുന്നത് മരണം നമ്മെ വേർപിരിക്കുന്നവരെന്നാണ്. അൺടിൽ ഡെത്ത് ഡു അസ് പാർട്ട്. അതാണ് ക്രിസ്ത്യൻ വിവാഹത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളെ കല്യാണം കഴിച്ച് കുറെ കഴിഞ്ഞപ്പം ആര് ചിന്തിക്കുകയാണ്, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ ഇന്ന് വളരെ പെട്ടെന്നാണ് തീരുമാനമൊക്കെ എടുക്കുന്നത്. ശരി, ഡൈവോഴ്സ് ആയത് എവിടെയാ? ഇവിടെയാ. കല്യാണത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഒരു വിവാഹ ജീവിതത്തിനകത്ത് എത്ര പേരുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ്, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പൊ ഉടമ്പടിക്കകത്ത് 4 പേരുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ പിരിഞ്ഞാലും സ്വർഗത്തിലെ രജിസ്റ്ററിൽ ഇതിലൊരാൾ മരിക്കുന്നവരെ ഈ ആദ്യ വിവാഹം അവിടെ അങ്ങനെ തന്നെ കാണും. ഇവിടെ ഡൈവോഴ്സായി, ഇവിടെ വേറെ കല്യാണം കഴിച്ചു. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ആംഗിളിൽ നോക്കിക്കഴിയുമ്പോൾ മരണം നമ്മെ വേർപിരിക്കുന്നവരെ എന്നുള്ളൊരു ഉടമ്പടി സഭയുടെ മുമ്പിലും കർത്താവിന് മുമ്പിലും എടുത്തിട്ടുള്ള ഒരു കപ്പിളിനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ ഉടമ്പടി ലാപ്സ് ആകാത്തത് കൊണ്ട് രണ്ടാമത്തെ ഉടമ്പടി നമ്മളിവിടെ പറഞ്ഞാലും അതെല്ലാം വ്യഭിചാരമായിട്ട് മാത്രമേ മാറുകയുള്ളൂ. ഇത്രയും കഠിനമായ ഒരു വിവാഹ നിയമം ലോകത്തിൽ ഒരു പുസ്തകത്തിലുമില്ല. ശിഷ്യന്മാർക്ക് ഇത് കേട്ടപ്പോൾ പേടിയായി. ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, സ്ത്രീയെക്കുറിച്ചുള്ള നിന്റെ കൽപ്പന ഇങ്ങനത്തെ കഠിനമായതാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഭേദം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ കൂടെ പോയത് എന്താന്ന്, ഒരു നോട്ടീസ് കൊടുത്ത് പറഞ്ഞു വിടാൻ പറ്റിയല്ലെങ്കിൽ കല്യാണം കഴിക്കാനേ പോകുന്നില്ലെന്ന്. അപ്പൊ അന്ന് കല്യാണം കഴിക്കുന്ന ആണുങ്ങളുടെ ആകെയുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എങ്ങാനും ശരിയായില്ലെങ്കിൽ ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ട് പൊക്കോന്ന് പറഞ്ഞ് വിടാമെന്ന്. കർത്താവ് പറഞ്ഞു ആ പരിപാടി ഇനി നടക്കത്തില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുമോ, ഇങ്ങനെ ആ പരിപാടി നടക്കൂല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നതന്നെയാ നല്ലത്. കാരണം കല്യാണം കഴിച്ചിട്ട് ശരിയായില്ല പിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണ്ടേ? അത് ശിഷ്യന്മാർ ചോദിച്ചത്. ഊരിപ്പോകാനും പറ്റില്ല, ഡൈവോഴ്സ് ഇല്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ്. കോംപ്രമൈസ് ചെയ്യുമെന്ന് വിചാരിക്കുക വേണ്ട. ചിലർ ഷണ്ണന്മാരായി ജനിക്കുന്നു, ചിലരെ മനുഷ്യർ ഷണ്ണന്മാരാക്കുന്നു. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി നീ വേണമെങ്കിൽ ഷണ്ണനായിരുന്നോ, കെട്ടണ്ട, കെട്ടിയാൽ ഉപേക്ഷിക്കാൻ സമ്മതിക്കില്ല. ഇത്രയും കർശനമായിട്ട് ബൈബിളിലല്ലാതെ ലോകത്ത് ഒരു രാജ്യത്തിന്റെ ശിക്ഷാ നിയമങ്ങളിൽ പോലും ഇല്ല. എന്നാൽ ബൈബിൾ പോലെ സ്വാതന്ത്ര്യം തരുന്നൊരു ബുക്കില്ല താൻ. ഞാൻ എത്ര സ്നേഹിച്ചിട്ടും മനസ്സിലാകുന്നില്ല ബ്രദറെ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ സ്നേഹം തോന്നുന്നില്ല, മരവിപ്പ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും ബേസിക്കലി ഒരേ സ്വഭാവമാണെങ്കിലും നമ്മൾ വളർന്നു വന്നപ്പോൾ നമുക്ക് കിട്ടിയ ലൈഫ് സ്കിൽസിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടും പലവിധമായ സ്നേഹമില്ലായ്മയിൽ ഉള്ള വീട്ടിലും അടിച്ചമർത്തുന്ന വീട്ടിൽ, അതായത് ചില വീടുകളിൽ പിള്ളേർ കരയുമ്പോൾ പിള്ളേരോട് പറയും നാണമില്ലാതെ നിന്ന് കരയുന്ന കണ്ടില്ലേ, ഷെയ്മിങ് ദെയർ ഇമോഷൻസ്. അപ്പൊ കുറെ കഴിയുമ്പോഴേക്കും അവർക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസിനോടെല്ലാം പുച്ഛമായിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന ട്രോമ പലതും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പൊ വിവാഹം കഴിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പ്രേമിച്ച് കിട്ടിയാലും മനസ്സിലാവില്ല, അറേഞ്ച്ഡ് മാരേജിൽ ഒട്ടും മനസ്സിലാവില്ല, ഒരു കല്യാണത്തിലും മനസ്സിലാവില്ല. കാരണം ഈ നേച്ചറൊക്കെ മറഞ്ഞിരിക്കുന്ന പ്രകൃതങ്ങളാണ്. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് ഇതൊക്കെ വെളി വരുള്ളൂ. കാരണം ഈ ഡോപ്പമിൻ വർക്ക് ചെയ്യുന്ന കാലത്തോളം ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്വഭാവമൊക്കെ മറച്ചു വെക്കാൻ ഈ ഹോർമോണുകൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എളുപ്പമാണ്. എന്നാൽ അത് മങ്ങിക്കഴിയുമ്പോൾ ഒറിജിനൽ സ്വഭാവം എല്ലാം കൂടെ വെളി വരും. അപ്പൊ ഒറിജിനൽ സ്വഭാവം വെളി വരുന്ന കാലഘട്ടത്തിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഡൈവോഴ്സ് പാടില്ല എന്ന റൂൾ ആദ്യമേ നമ്മൾ എഴുതി വെക്കുന്നത്. യു ഷാൽ നോട്ട് ലീവ് യുവർ വൈഫ് ഓർ ഹസ്ബൻഡ്. ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കർത്താവെ പറ, എന്ത് ചെയ്യും? ഈ കുടുംബ ബന്ധങ്ങൾ മുമ്പോട്ട് പോകില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ പരിഷ്കൃത സമൂഹങ്ങൾ ലോകമെമ്പാടും എത്തുന്നത്. അത് മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിലൂടെ കിട്ടുന്ന എല്ലാ പ്ലഷേഴ്സും കിട്ടുവാൻ ഇനി അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ പറ്റിയ ഭർത്താവിനെയും ഭാര്യയെയും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഉണ്ടാക്കാൻ പറ്റും. ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്ന, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, ഏതിലൊരു വാക്ക് പോലും പറയാത്ത, നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം എങ്ങനെ പെരുമാറണമെന്ന്. ഞാൻ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്നോട് തിരിച്ച് രാഷ്ട്രീയം പറയുന്ന, ഞാൻ സ്പോർട്സിനെ കുറിച്ച് പറയുമ്പം എനിക്കിഷ്ടമുള്ള രീതിയിൽ തിരിച്ച് സംസാരിക്കുന്ന റോബോട്ട്സിനെ കിട്ടിയാൽ പെറ്റിനെ വളർത്തുന്ന പോലെ ഒരു റോബോട്ടിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷൻ ആകുമ്പോഴേക്കും ആ റോബോട്ടിനെ സ്നേഹിച്ചാൽ മതി. കാരണം
ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ട എല്ലാം ഈ വിവരമില്ലാത്ത അവൻ ചെയ്യുന്നതിനേക്കാൾ നല്ലപോലെ ആര് ചെയ്തോളും? ഈ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന റോബോട്ട് ചെയ്തോളും. സഹോദരങ്ങളെ, ദൈവം സ്ഥാപിച്ച രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒന്ന് സഭയും മറ്റൊന്ന് കുടുംബവുമാണ്. ഇത് രണ്ടിനെതിരെയാണ് അന്ത്യകാലത്ത് ഏറ്റവും ശക്തമായ വെല്ലുവിളികൾ ഉയർന്നിട്ടുള്ളത്. അപ്പൊ കുടുംബജീവിതത്തിലെ പ്രായോഗിക ഉപദേശങ്ങൾ, മനഃശാസ്ത്രപരമായ സമീപനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന്റെ പുറകിലുള്ള ദൈവശാസ്ത്രമാണ്. എന്തുകൊണ്ട് ഒരു കുടുംബം, എന്താണ് ദൈവം ഒരു കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ എഫേസർ 5:22 മുതൽ താഴോട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഒബീഡിയൻസിന്റെയും സബ്മിഷന്റെയും സ്നേഹത്തിന്റെയും യഥാർത്ഥ പിക്ചർ എന്താണ്, ഇത് കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കല്യാണം കഴിഞ്ഞപ്പം കല്യാണം നടത്തിയ ആള് ചെന്ന് കല്യാണം കഴിഞ്ഞ പിള്ളേരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ കല്യാണം കഴിപ്പിച്ചതെന്ന് അറിയാമോ എന്ന് പറഞ്ഞു. അവരാലോചിച്ചുകൊണ്ടിരുന്ന വേറെ എന്തൊക്കെയോ, ഒന്നിച്ച് ജീവിക്കാം, സന്തോഷിക്കാം. ഈ ബ്രദർ പറഞ്ഞു, രണ്ടുപേരും തോക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. ഇതുവരെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു, ഇനി അങ്ങോട്ട് തോറ്റു കൊടുക്കുന്നവനാണ് ജയിക്കുന്നത്. ക്രിസ്തു തോറ്റവനെ പോലെ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ജയിച്ചവരെ പോലെ നടക്കുന്നത്. ഈ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഒരു ക്രിസ്ത്യൻ വിവാഹ ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യ വിവാഹ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം നമ്മൾ മാനസാന്തരപ്പെട്ടവരും ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ ഉള്ള വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച, ക്രിസ്തുവിന്റെ ആത്മാവിനാലുള്ള പുതിയ സൃഷ്ടിയായി മാറിയ, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ പുതിയ സൃഷ്ടിയായി മാറിയവർക്ക് മാത്രമുള്ളതാണ് ക്രിസ്തീയ വിവാഹം. അപ്പോൾ ദൈവത്തിന്റെ പ്ലാനിനകത്ത് നമ്മൾ കഷ്ടതയെന്ന് വിചാരിക്കുന്ന ഒന്നും കഷ്ടതയല്ല, അത് ദൈവത്തിന്റെ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള, ദൈവത്തിന്റെ മഹത്വം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്വാഭാവികമായ പ്രവൃത്തികളാണ്. കർത്താവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ സാധാരണ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാറില്ല, എങ്കിലും ബ്രദർ പറഞ്ഞ പോലെ എൻ്റെ പേര് ചേസ് ജോസഫ് എന്നാണ്. എനിക്ക് ഭാര്യയും മക്കളും, ഞങ്ങൾ തോപ്പുംപടിയിൽ ഇപ്പോൾ തൽക്കാലം താമസിക്കുന്നു. എൻ്റെ പ്രധാനപ്പെട്ട കോളിംഗ് എന്ന് പറയുന്ന വചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് സഭകൾ, പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്യാത്ത, പ്രത്യേകിച്ച് സംഘടനാ രീതിയിലുള്ളതല്ലാത്ത ശിഷ്യന്മാരുടെ സംഘങ്ങൾ കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. കേരളത്തിന് വെളിയിലും ചില സംഘങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ബേസിക് കോളിംഗ് എന്ന് പറയുന്ന വചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഗണേഷ് എന്നാണ്. അദ്ദേഹം 15 ദിവസം ഈജിപ്തിൽ സുവിശേഷ വേലയ്ക്ക് പോയിട്ട് വരുന്ന വഴിയാണ്, വീട്ടിലോട്ട് പോയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളിൽ, അതായത് നമുക്കറിയാം ഇസ്രായേലിന് ചുറ്റും ഒരു 5000 കിലോമീറ്റർ റേഡിയസിൽ ഇസ്ലാമിക രാജ്യങ്ങളാണുള്ളത്. വലിയൊരു ഏരിയ അവരാണ് കവർ ചെയ്യുന്നത്. ഇപ്പൊ കർത്താവിന്റെ വരവിന് മുമ്പ് സകല ജാതികളും സുവിശേഷം കേൾക്കുക എന്നുള്ളതിൽ അവസാനം ഇസ്രായേലും രക്ഷിക്കപ്പെടുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഇസ്രായേലിലോട്ട് വചനം എത്തുന്നതിനിടയിലുള്ള ട്രൈബ്സ് മിക്കവാറും എല്ലാം ഈ അബ്രഹാമിക് ട്രൈബ്സ് അവശേഷിക്കുന്ന ആ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ശൃംഖലയാണ്. അവിടെ നിങ്ങൾക്കറിയാം സുവിശേഷത്തോട് ഭയങ്കര വിരോധമുള്ളൊരു സ്ഥലമാണ്. അവിടെ സുവിശേഷം പറയുന്ന ഒരു പ്രോഗ്രാം, അവിടെ താമസിച്ച് മിഷണറിമാരായിട്ട് പോയി സുവിശേഷം പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് പ്രിയ സഹോദരൻ ഈജിപ്തിൽ പോയത്. ഞങ്ങളുടെ സഭയിൽ നിന്ന് 8ഓളം പേര് അങ്ങനെയുള്ള വിവിധമായ ഇസ്ലാമിക രാജ്യങ്ങളിൽ മിഷണറിമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 4 പേര് സിറിയയിലുണ്ട്, ചിലർ മോറിട്ടാനിയയിൽ, ഈജിപ്തിൽ, ജോർദാനിൽ, ഇങ്ങനെയൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് അവർ മിഷണറി വേലയ്ക്ക് പോകുമ്പം നമ്മൾ പറയുന്ന കാര്യം തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയോടെ അല്ല ഇവരാരും പോകുന്നത്. വീണ്ടും വീട്ടിൽ തിരിച്ചു വന്ന ആരെങ്കിലും കാണുമെന്നൊന്നും പ്രതീക്ഷയൊന്നുമില്ല. ഒന്നുകിൽ അവർ പിടിക്കപ്പെടാം, അല്ലെങ്കിൽ അവരാരുടെ നാട്ടുകാർ തല്ലിക്കൊല്ലാം, അല്ലെങ്കിൽ തിരിച്ചു വരാം, എന്തും സംഭവിക്കാം. ഞങ്ങളുടെ സഭയിലൊരു ഒരു സുഹൃത്ത് പാസ്റ്റർ പ്രാർത്ഥിച്ച് വിട്ടയാളാണ് ഈ ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ സെന്റിനൽ ഐലൻഡ്സിൽ പോയി മരിച്ച ജോൺ എന്ന് പറഞ്ഞൊരു മിഷണറി. അപ്പൊ അദ്ദേഹം പറയാനിടയായി, അനേകം പിള്ളേരെ ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ് മരിക്കാൻ, പക്ഷെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല അങ്ങോട്ട് പോകാൻ. അവരെപ്പോൾ ഗവൺമെന്റ് അനുവദിച്ചാൽ അവരമ്പ് ചെയ്ത് കൊന്നാലും കുഴപ്പമില്ല, ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിൽ, മരിക്കുമല്ലോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ അവരുടെ കൂടെ ഉണ്ട്. ഒരു കാലത്ത് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആയിരുന്നു മിഷണറിമാർ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അവരൊക്കെ വിശ്വാസം ത്യജിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ
സൗത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഇങ്ങനെ അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻസ് ആയിരുന്നെന്ന് പോലും അറിയാമായിരുന്ന പാഗൻ രാജ്യങ്ങളിൽ നിന്ന് അനേകം രഹസ്യ മിഷണറിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ഏറ്റവും ദുർഘടമായ സ്ഥലങ്ങളിൽ, മരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്ത് പോകുന്ന ഒരു കാലഘട്ടമാണിത്. ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്കൊക്കെ പോകാനുള്ള അവസരവുമുണ്ട്. 15 ദിവസത്തേക്ക് വേണേൽ പോയിട്ട് വരാം. തിരിച്ചു വരാൻ ആഗ്രഹമില്ലെങ്കിൽ അങ്ങനെ പോവുകയും ചെയ്യാം. കോളിങ് പോലെയാണ്. ഓക്കെ, എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് ആ സഹോദരൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു പരിചയപ്പെടും. ആണ് ഗണേഷ്. മഹത്വം ദൈവത്തിനാണ്. ദൈവത്തിന് മാത്രമേ ഒരാളെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. നമ്മൾ പോയ 2-ാം ദിവസം എയർപോർട്ടിൽ നിന്ന് തിരിച്ചിങ്ങ് പോരുള്ളൂ, അങ്ങോട്ട് കിടക്കില്ല. അത് ദൈവത്തിന് മാത്രം നമ്മളെ കടത്തി വിടാൻ പറ്റുന്നൊരു ഏരിയയാണ്. മിഷനെല്ലാം അങ്ങനെയാണ്. കോളിംഗ്, എല്ലാ സുവിശേഷ വേലയുടെയും കോളിംഗ് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമുക്ക് ദൈവത്തിന് ഈ മിഷനെ ഓർത്ത് നന്ദി പറയാം. നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ഇനി ആർക്കെങ്കിലും പോകണമെന്ന് തോന്നുവാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അവർ പറയുന്നത് ഞങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ്, ഞങ്ങൾ പണി തീർത്തേക്കാം, നീ പെട്ടെന്ന് പോരെ. അല്ലാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് വാ കർത്താവ് എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ആ പണി അങ്ങ് ഫിനിഷ് ചെയ്യാം, എത്രയും പെട്ടെന്ന് പോരെ എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ളൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പം എപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണ് എഫേസ്യ ലേഖനം 5:22. നിങ്ങൾക്കറിയാം, ഭാര്യമാർ കേട്ട് മടുത്ത, ഭർത്താക്കന്മാർ കേട്ട് മടുത്ത വാക്യം എന്താണ്? ഭാര്യമാരെ, നിങ്ങൾ സകലത്തിലും കർത്താവിൻ എന്ന പോലെ സകലത്തിലും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അതുപോലെ ഭർത്താക്കന്മാരെ, നിങ്ങൾ കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ഈ 2 കൽപ്പനകൾ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൽപ്പനകൾ ആർക്കാണ് എഴുതിയത് അവരല്ല ഇത് വായിക്കുന്നതാണ്. ഭാര്യമാരെ എന്ന് വിളിച്ചെഴുതിയിരിക്കുന്ന സാധാരണ ഭർത്താക്കന്മാരാണ് വായിക്കാറുള്ളത്. അവരാ പറയുന്നത്, എൻ്റെ ഭാര്യ സബ്മിറ്റ് ആകുന്നില്ല, ഞാൻ ഭർത്താവാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കാത്തത് എന്താണ് ചോദിക്കുന്ന ആരാ? അപ്പൊ ഇവരെന്തിനാ ഈ ഭാര്യമാർക്കുള്ള ഭാഗം വായിച്ചത്? അവരതാ വായിക്കുള്ളൂ. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി ഒരിക്കലും ഭാര്യമാർക്ക് തീരത്തില്ല. കാരണം എന്താ? അവർ ആ ഭാഗം വായിച്ചേക്കുന്നത്, ഇവരുടെ ഭാഗം വായിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു എഫേസ്യർ 5 എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായി വരുന്നൊരു വാക്യമല്ല. ഇതൊരു ഒരു വലിയ ടീച്ചിങ്ങിന്റെ ഭാഗമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബജീവിതത്തിലെ പ്രായോഗിക ഉപദേശങ്ങൾ, മനഃശാസ്ത്രപരമായ സമീപനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന്റെ പുറകിലുള്ള ദൈവശാസ്ത്രമാണ്. എന്തുകൊണ്ട് ഒരു കുടുംബം, എന്താണ് ദൈവം ഒരു കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ എഫേസ്യർ 5:22 മുതൽ താഴോട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഒബീഡിയൻസിന്റെയും സബ്മിഷന്റെയും സ്നേഹത്തിന്റെയും യഥാർത്ഥ പിക്ചർ എന്താണ്, ഇത് കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ എഫേസ്യർ 5 പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം ഒരപ്പൻ മകനൊരു കത്ത് അയക്കുമ്പം അതിൻ്റെ ഒരു 5ാമത്തെ പാരഗ്രാഫിലെ ഒരു വരിയായിട്ട് മാത്രം വായിച്ചാൽ എന്താണ് ആ കത്തിലുള്ളതെന്ന് മനസ്സിലാവുകയില്ല. അതിനൊരു പശ്ചാത്തലമുണ്ട്. എഫേസ്യ ലേഖനം ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി എഴുതിയ ലേഖനമാണ്. എന്നാൽ അത് തന്നെ വേറെ ചില ലേഖനങ്ങളുടെ തുടർച്ചയാണ്. റോമാലേഖനം, കൊരിന്തി ലേഖനം, ഗലാത്തി ലേഖനം, എഫേസ്യ ലേഖനം. അപ്പൊ അതിനു മുമ്പുള്ള ലേഖനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടും എഫേസ്യ ലേഖനത്തിൽ പൗലോസ് 5ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ആ 1, 2, 3, 4 അധ്യായങ്ങളിൽ പഠിഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ്. അപ്പോൾ 2 പ്രധാന പശ്ചാത്തലങ്ങൾ ഇതിനുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ മുഴുവൻ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ 2ാം അധ്യായത്തിൽ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് പത്രോസ് അന്ന് മാനസാന്തരപ്പെട്ടു വന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ച് വേർപെട്ട് കർത്താവിന്റെ സഭയായിട്ട് മാറും. അതന്ന് അങ്ങനെയാണ് നടന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ മുഴുവൻ നമ്മൾ അതാണ് കാണുന്നത്. എന്നാൽ അതിനുശേഷം 42ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് 4 കാര്യങ്ങളുണ്ട്. 1, നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും. 4 കാര്യങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിശ്വസിക്കുന്നത് പള്ളിയിലെ പ്രസംഗങ്ങൾ എല്ലാം കൃത്യമായിട്ട് കേൾക്കുക. പക്ഷെ അതല്ല അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്ന കൃത്യമായ ഒരു ഉപദേശ രൂപം ബൈബിളിലുണ്ട്. അത് അപ്പോസ്തലന്മാർ സഭയ്ക്ക് എഴുതിയ കത്തുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. റോമാ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള ആ ലേഖനങ്ങൾ മുഴുവൻ സഭകൾക്കും വിശ്വാസികൾക്കും അപ്പോസ്തലന്മാർ എഴുതിയ ഉപദേശങ്ങളാണ്. അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കഴിയുമ്പോൾ
ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്നുള്ളത് സഭയെ സംബന്ധിച്ച് അടിസ്ഥാന പ്രമാണങ്ങളാണ്. അത് കുടുംബജീവിതത്തെക്കുറിച്ചായാലും സഭാ ജീവിതത്തെക്കുറിച്ചായാലും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചായാലും എന്താണ് വിശുദ്ധി എന്നുള്ളതിൻ്റെ നിർവചനത്തിലേക്ക് നമ്മൾ വരുമ്പോഴും എല്ലാം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അപ്പോസ്തലന്മാർ സഭകൾക്ക് എഴുതിയ അപ്പോസ്തോലിക ഉപദേശമാണ്. അങ്ങനെ അപ്പോസ്തോലിക ഉപദേശത്തെ പിന്തുടരുന്ന ഒരു വ്യക്തിക്കാണ് ശരിക്കും ഈ വിശുദ്ധീകരണവും വിവാഹം കൊണ്ടുള്ള ഉദ്ദേശവും എല്ലാ നടപടികളുടെയും പുറകിലുള്ള ദൈവോദ്ദേശവും കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അധികാരം എന്ന് പറയുന്നത് പുതിയ വചനം തരാനല്ല, അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തെ വ്യാഖ്യാനിക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഇതിനകത്ത് സൈക്കോളജിയും അത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പോസ്റ്റലുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലർ ഉണ്ട്, പിന്നെ നാട്ടു നടപ്പുകൾ എല്ലാം ചേർന്നാണ് നമ്മളൊരു മാരേജിന്റെ തിയോളജി ഉണ്ടാക്കുന്നത്. പക്ഷെ ശരിക്കും ബൈബിളിൽ നിന്ന് മാത്രം നമ്മൾ വിവാഹ ജീവിതം എന്ന വിഷയത്തിലേക്ക് വന്നു കഴിയുമ്പം എന്താണ് നമ്മൾ കാണുന്ന കാഴ്ച നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ വിവാഹത്തെക്കുറിച്ച് കാണുന്ന ഏദൻ തോട്ടത്തിലാണ്. അതിൻ്റെ ഒന്നാമത്തെ പശ്ചാത്തലം, ഏദൻ തോട്ടത്തിൽ ദൈവം ആദം ഒറ്റയ്ക്കിരിക്കുന്ന നല്ലതല്ല എന്ന് കണ്ടെത്തുകയാണ്. ഇന്നിപ്പം ദൈവം കണ്ടെത്തേണ്ട കാര്യമില്ല, അതിനു മുമ്പ് നമ്മൾ കണ്ടെത്തും. പക്ഷെ അന്ന് ദൈവമാണ് കണ്ടുപിടിച്ചത്. എന്താണ് പറയുന്നത്? ആദം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല. പക്ഷെ നമ്മൾ മനുഷ്യ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആദം ഒറ്റയ്ക്കിരിക്കുന്നതായിരുന്നു നല്ലത്. ആലോചിച്ച് നോക്കി, ആദം ഒറ്റയ്ക്കിരിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ പഴം തിന്നാതെ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ശരിക്കും ആദം ഒറ്റയ്ക്കിരുന്നപ്പോൾ മര്യാദക്കിരുന്നവൻ ആ ഹൗവ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? അപ്പൊ പിന്നെ കർത്താവ് ആദം ഒറ്റയ്ക്കിരിക്കുന്ന നല്ലതല്ല എന്ന് പറയാൻ കാരണം എന്താ? കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പെൺപിള്ളേർ, അവർ കല്യാണം വേണ്ട, പേടിയാണ്. വിവാഹം പല പെൺകുട്ടികളെ സംബന്ധിച്ച് ഇന്ന് ഒരു പേടി സ്വപ്നമാണ്. പുതിയൊരു വീട്ടിലേക്ക് എന്ന് കയറുന്നു. പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ പെൺപിള്ളേരെ വീട്ടമ്മമാരാകാനുള്ള ട്രെയിനിങ്ങോട് കൂടിയാണ് വിടുന്നത്. അവർ പഠിക്കുന്ന കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും. ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും. അപ്പൊ ഇതൊന്നും ഉണ്ടാക്കി അവർക്ക് അപ്പൊ അന്നേരം പഠിച്ചാൽ മതി എന്ന് പെൺപിള്ളേർ പറയാറെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വിട്ടുന്ന പിള്ളേർ അവിടെ ചെന്ന് കഴിയുമ്പം നോക്കണം, അവരുടെ ഇഷ്ടങ്ങളെല്ലാം നോക്കണം. അവസാനം മടുപ്പ്, ഈ അമ്മായിമ്മ പോരായി, അവിടുത്തെ ഫിറ്റ് ആവാനുള്ള പ്രയാസമായി. ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇവരൊക്കെ ഒരു ഭയം. ഈ ആധുനിക സമൂഹത്തിൽ പിള്ളേരെ വളർത്തുന്നത് വീട്ടമ്മമാരാകാനല്ല. ആണോ? ഇന്ന് ഈ പെൺപിള്ളേരെ വളർത്തിക്കൊണ്ടിരുന്ന എല്ലാം പുട്ടും കടല ഉണ്ടാക്കാൻ ട്രെയിനിങ് കൊടുത്തിട്ടാണോ? അല്ല, അവരെ വളർത്തുന്നത് എന്താ? ജീവിതത്തിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ആ ഒരു വളർച്ച അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ അവരപ്പം കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഉയ്യോ, എങ്ങനെ പോയി അവിടെ ഫിറ്റ് ആവും? ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ആ നിർബന്ധങ്ങൾക്ക് ഞാൻ എങ്ങനെ? അത് മാത്രമല്ല, ഇപ്പൊ ഒരു പുതിയൊരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്, നമുക്കറിയാം പണ്ട് തൊട്ടേ ഡൈവോഴ്സസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ സാധാരണമായിരുന്നു. 2.5 കല്യാണം നടക്കുമ്പോൾ 1 കല്യാണം ഡൈവോഴ്സ് ആവുന്നതെന്ന് പറഞ്ഞാൽ 5 കല്യാണം കഴിക്കുമ്പോൾ 2 കല്യാണം. അതാണ് കറക്റ്റ് കണക്ക്. 5 കല്യാണം നടക്കുമ്പോൾ 2 കല്യാണം 10 വർഷത്തിനുള്ളിൽ അല്ലെ 15 വർഷത്തിനുള്ളിൽ ഡൈവോഴ്സ് ആയി പോകും. ഇതായിരുന്നു ഈ കണക്ക്. ഞാൻ വായിച്ചിട്ട് കുറെ നാളുകളായി. ഇപ്പൊ അടുത്ത കണക്കൊന്നുമല്ല. ഇപ്പൊ അടുത്ത കണക്ക് 1 കല്യാണത്തിന് 2 കല്യാണം ഡൈവോഴ്സ് ആവുമായിരിക്കും, അറിയത്തില്ല. അത്ര ഫാസ്റ്റായിട്ട് ഇത് വളരുന്നു. അതിനിടയിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, വീണ്ടും ജനിച്ച ആൾക്കാരെ സംബന്ധിച്ച് 1420 കല്യാണങ്ങൾക്ക് 1 കല്യാണം ഡൈവോഴ്സ് ആകുന്നതെന്നും ഞാൻ അതിൻ്റെ കൂടെ വായിച്ചാൽ. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് സാമാന്യമായി എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്നുള്ളതാണ് ഇനി അടുത്ത സമൂഹം, അടുത്ത തലത്തിൽ ആൾക്കാർ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും പോകുന്നത്. കാരണം വിവാഹ ജീവിതത്തിന്റെ പ്രഷേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പം നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഒരു റൂമിലേക്ക് ഒരു മൊബൈൽ ഫോണായിട്ട് കയറിയാൽ നിങ്ങൾ വന്ന് ഡോറിൽ മുട്ടുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ല. അവർക്കൊരു പ്രൈവറ്റ് ലൈഫ്, പ്രൈവറ്റ് സ്പേസ് ഇന്ന് എല്ലാ പിള്ളേർക്കും ഉണ്ട്. വിവാഹം കഴിക്കുമ്പോൾ ആ പ്രൈവറ്റ് സ്പേസിലേക്ക് ഒരാൾ വന്ന് കയറുകയാണ്. ആദ്യം ഒന്നും കുഴപ്പമില്ല, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറെ കഴിയുമ്പോഴേക്കും ഈ പ്രൈവസി എന്ന് പറയുന്നത് നഷ്ടപ്പെടുമ്പോൾ, വേറൊരാളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് കമ്പാറ്റബിൾ ആകാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴേക്കും ഇത് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. മാത്രമല്ല, വേറൊരു പ്രതിഭാസം കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അത് ഡിസപ്പിയറിങ് മാൻ എന്നുള്ളതാണ് ഞാൻ അതിന് പറയുന്നത്. കാരണം ആൺപിള്ളേരെ എങ്ങും കാണാനില്ല. എവിടെ കാണാനില്ല? റാങ്ക് ലിസ്റ്റിൽ കാണാനില്ല അവരുടെ പേര്. വിദേശ രാജ്യങ്ങളിലെ എംപ്ലോയ്മെന്റിൽ മിക്കവാറും സഹോദരിമാർക്കാണ് കൂടുതൽ സാലറി. പിന്നെ ആൺപിള്ളേരെ കൊണ്ടുപോകുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ സമ്പാദിക്കുന്നത് കൂടുതൽ അവരെ. ഓക്കെ, വിദ്യാഭ്യാസം കൂടുതൽ അവർ, കാരണം അവർ കുത്തിയിരുന്ന് പഠിക്കും. ആൺപിള്ളേർ അതിൽ ഉഴപ്പിത്തിരിഞ്ഞ് നടക്കും. ശമ്പളം കൂടുതൽ അവര്, പിള്ളേരെ വളർത്തുന്നവര്, കുക്ക് ചെയ്യുന്നവര്,
ഓക്കെ, കാശ് കൊണ്ടിരുന്നവര് അനുസരിക്കേണ്ടത് ആരെയാ? ഒരു പ്രയോജനമില്ലാത്ത ഭർത്താവിനെ. അപ്പൊ ഇവര് ചിന്തിക്കുകയാണ്, ഇവനെയൊക്കെ അനുസരിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി. അപ്പൊ എൻ്റെ ഒരു സിസ്റ്റർ മകളോട് ചോദിച്ചു, നിന്റെ കല്യാണത്തിന് ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ പെൺപിള്ളേർ ആലോചിക്കുമ്പം വിവാഹം എന്ന് പറയുന്നത് അവർക്കൊരു ഭാരമായിട്ട്, നേരത്തെ പെൺപിള്ളേർ പുര നിറഞ്ഞ് നിൽക്കുക എന്നുള്ളൊരു ഭാരം മാതാപിതാക്കൾ. ഇന്ന് പെൺപിള്ളേർക്ക് വെളിയിൽ പോയി വേറൊരാളുടെ ഭാര്യ ആകുന്നതാണ് ഭാരം. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്ക് കുടുംബ ബന്ധങ്ങൾ മുമ്പോട്ട് പോകില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ പരിഷ്കൃത സമൂഹങ്ങൾ ലോകമെമ്പാടും എത്തുന്നത്. അത് മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിലൂടെ കിട്ടുന്ന എല്ലാ പ്ലഷേഴ്സും കിട്ടുവാൻ ഇനി അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ പറ്റിയ ഭർത്താവിനെയും ഭാര്യയെയും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഉണ്ടാക്കാൻ പറ്റും. ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്ന, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, ഏതിലൊരു വാക്ക് പോലും പറയാത്ത, നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം എങ്ങനെ പെരുമാറണമെന്ന്. ഞാൻ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്നോട് തിരിച്ച് രാഷ്ട്രീയം പറയുന്ന, ഞാൻ സ്പോർട്സിനെ കുറിച്ച് പറയുമ്പം എനിക്കിഷ്ടമുള്ള രീതിയിൽ തിരിച്ച് സംസാരിക്കുന്ന റോബോട്ട്സിനെ കിട്ടിയാൽ, പെറ്റിനെ വളർത്തുന്ന പോലെ ഒരു റോബോട്ടിനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷൻ ആകുമ്പോഴേക്കും ആ റോബോട്ടിനെ സ്നേഹിച്ചാൽ മതി. കാരണം ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ട എല്ലാം ഈ വിവരമില്ലാത്ത അവൻ ചെയ്യുന്നതിനേക്കാൾ നല്ലപോലെ ആര് ചെയ്തോളും? ഈ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന റോബോട്ട് ചെയ്തോളും. സഹോദരങ്ങളെ, ദൈവം സ്ഥാപിച്ച രണ്ടേ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒന്ന് സഭയും മറ്റൊന്ന് കുടുംബവുമാണ്. ഇത് രണ്ടിനെതിരെയാണ് അന്ത്യകാലത്ത് ഏറ്റവും ശക്തമായ വെല്ലുവിളികൾ ഉയർന്നിട്ടുള്ളത്. സഭയെയും കുടുംബത്തെയും തകർക്കുക എന്നുള്ളത് ഒരു സാത്താന്യ അജണ്ടയുടെ ഭാഗമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സാത്താന്യ അജണ്ട എന്നത് പറയാൻ കാരണം, ഇന്ന് ഈ വർദ്ധിച്ചു വരുന്ന സയന്റിഫിക് നോളജ് അത് ഒരർത്ഥത്തിലൂടെ നല്ലതാണെങ്കിലും, എതിർ ക്രിസ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എതിർ ക്രിസ്തു എന്ന് കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. എല്ലാവരും കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ എതിർ ക്രിസ്തു അന്തിക്രിസ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹമാണ് കൂടുതൽ കേൾക്കാൻ വേണ്ടി. കർത്താവ് എന്ന് പറയുമ്പോൾ അത്രയില്ല. ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ശരിക്കും അത് മനുഷ്യൻ തന്നെയാണ്. അതായത് ബുദ്ധിയുള്ളവൻ ആ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രയും. അതുപോലെ പത്രോസിനോട് കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, എന്തോ, സാത്താനെ എന്നെ വിട്ടുപോ. എന്തുകൊണ്ടാ? നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത് അത്രേ കരുതുന്നത്. അപ്പൊ എങ്ങനെ പത്രോസ് സാത്താനായത്? ദൈവത്തിനുള്ളത് കരുതുന്നതിന് പകരം മനുഷ്യർക്കുള്ളത് കരുതി. ഇത് നമ്മൾ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രസംഗം ആർക്ക് വേണ്ടിയാ കരുതുന്നത്? നിന്റെ വിഷയങ്ങളുടെ നടുവിൽ, അല്ലേ? അല്ലേ? അപ്പൊ ആർക്ക് വേണ്ടിയാ കരുതുന്നത്? മനുഷ്യർക്ക് വേണ്ടി കരുതും. ദൈവത്തെ മഹത്വപ്പെടുത്തുമല്ല, മനുഷ്യനെ വലുതാക്കുക. ശുശ്രൂഷകളെല്ലാം നമ്മുടെ 100 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് 10 രൂപ അടിച്ച് മാറ്റിയിട്ട് അതിന് 5000 ആക്കി തരുന്ന ശുശ്രൂഷകളാണ് ഈ TV കൂടെ ഒക്കെ വരുന്നത്. നിങ്ങൾ കേൾക്കാറുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ആരുടെ കാര്യമാണ് കരുതുന്നത്? ദൈവത്തിന്റെ കാര്യമല്ല കരുതുന്നത്, എല്ലാം മനുഷ്യരുടെ കാര്യമാണ് കരുതുന്നത്. അപ്പം സാത്താൻ പിടിമുറുക്കിയിരിക്കുന്ന കുടുംബത്തിൽ മാത്രമല്ല, സഭകളിലും ഈ സാത്താന്റെ പിടി ഭയങ്കരം. ഇന്ന് പല ആൾക്കാരും ഫോളോ ചെയ്യുന്ന ക്രിസ്തുവിനെ അല്ല, ഈ പറയുന്ന നേതാക്കന്മാരെയാണ്. അതെ, ഇന്നോടുകൂടി നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ? ഇന്ന് രാത്രി വിടുതൽ ഇതാ വരുന്നത്, കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരുടെ സംഘമല്ല, ലോകത്തെ അന്വേഷിക്കുന്നവരുടെ സംഘമാണ്. അതുപോലെ തന്നെ വിവാഹവും അതേ പ്രശ്നം. വിവാഹത്തിലും അവനവന്റെ കംഫേർട്ട് അന്വേഷിക്കുമ്പം വേറൊരാൾക്ക് സബ്മിറ്റ് ആവാനോ, വേറൊരാളുടെ എമ്പതറ്റിക്കലി ലിസൺ ചെയ്യാൻ, അതായത് മറ്റൊരാളുടെ ലൈഫിനെ കുറിച്ച് എമ്പതറ്റിക്കലി ആലോചിക്കാനോ കഴിവില്ലാത്ത കുട്ടികളാണ് ഇന്ന് വളർന്നു വരുന്നത്. ദേ ആർ കൺസേൺഡ് ഓൺലി അബൌട്ട് ദംസെൽവ്സ്. ഓക്കെ, അപ്പോൾ ദൈവം നോക്കിയപ്പോൾ കല്യാണം കഴിക്കാതെ ആദം ഡീസൻ്റായി ഇരിക്കുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിച്ച് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് ദൈവം കണ്ടെത്തി. ഇതിന്ന് പിള്ളേരെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. കല്യാണം കഴിക്കാതെ മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിച്ചിട്ട് ഇത്തിരി പ്രശ്നങ്ങളിലൂടെ കയറിപ്പോകുന്നതാണ്. കാരണം ദൈവം നോക്കിയപ്പം അതായിരുന്നു ബ്യൂട്ടിഫുൾ. ദൈവം നോക്കിയപ്പം ക്രിസ്തു ലോകത്തിലേക്ക് വരാൻ അതായിരുന്നു വഴി. ദൈവം നോക്കിയപ്പോൾ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ അതൊരു പ്രധാനപ്പെട്ട മാർഗമായിരുന്നു. അല്ലേ? ശരിയല്ലേ? അപ്പോൾ ദൈവത്തിന്റെ പ്ലാനിനകത്ത് നമ്മൾ കഷ്ടതയെന്ന് വിചാരിക്കുന്ന ഒന്നും കഷ്ടതയല്ല, അത് ദൈവത്തിന്റെ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള, ദൈവത്തിന്റെ മഹത്വം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള
ദൈവത്തിന്റെ സ്വാഭാവികമായ പ്രവൃത്തികളാണ്. ഓക്കെ, ഇത് ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്തീയ കുടുംബ ജീവിതവും സാധാരണ ഒരു സെക്യുലർ കുടുംബ ജീവിതം തമ്മിൽ വലിയ ചില വ്യത്യാസങ്ങളുണ്ട്. അതെന്താണ് എന്ന് നമുക്ക് ഒന്ന് ചുറ്റും നോക്കാം. അതിനുശേഷം നമുക്ക് എഫെസ്യ ലേഖനത്തിലേക്ക് വരാം. ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഭർത്താവിന്റെ ഇഷ്ടം ഭാര്യ അറിയണം, അല്ലെ? ഭാര്യയുടെ ഇഷ്ടം ഭർത്താവ് അറിയണം. ഭാര്യയുടെ ഇഷ്ടം ഈ അറ്റത്തും ഭർത്താവിന്റെ ഇഷ്ടം ഈ അറ്റത്തും ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത് എവിടെ എത്തണം? മിഡിൽ ഗ്രൗണ്ടിൽ എത്തണം. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യണം? കോംപ്രമൈസ് ചെയ്യണം. ശരിയല്ലേ? പക്ഷെ ഇത് സത്യമല്ല. ഇത് ലോകത്തുള്ള എല്ലാ കല്യാണങ്ങളുടെയും തത്വം ഇതാണ്. പക്ഷെ ക്രിസ്തീയ കല്യാണത്തിന്റെ തത്വം അതല്ല. കോംപ്രമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന സമാധാനം ക്രിസ്തീയ സമാധാനമല്ല, അത് ലോകത്തിന്റെ സമാധാനമാണ്. പിന്നെ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകേണ്ടത്? ഇത് മനസ്സിലാകണമെങ്കിൽ എന്താണ് ക്രിസ്തീയ കുടുംബം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ കുടുംബത്തിൽ ഒരാളല്ല, 2 പേരല്ല, 4 പേരാണുള്ളത്. ആരൊക്കെയാണ്? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇത്രയും പേരുണ്ട്. അപ്പൊ ഈ വിവാഹ ജീവിതത്തിനകത്ത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള എക്സ്ചേഞ്ചസ് പുരുഷനിൽ നിന്ന് ആരംഭിക്കുന്നതല്ല, ത്രിയേക ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പുത്രന് കൊടുത്ത അതേ സ്നേഹമാണ് പുത്രൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും മക്കളെ എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ കുടുംബജീവിതത്തിൽ നമുക്കറിയാം, ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തിരുന്നല്ലേ, കല്യാണത്തിനൊക്കെ എന്താ കാത്തിരിപ്പ്, എന്താണ് ഫോട്ടോഗ്രാഫ്സ് അല്ലെ, എന്തെല്ലാം ആഹ്ലാദ ആരവങ്ങളും ആഘോഷങ്ങളുമാണ് അല്ലെ. പ്രീ വെഡിങ് ഷൂട്ടിങ് ആയി, അതായി ഇതായി, അങ്ങനെ പോസ് ചെയ്യുന്നു, ഇങ്ങനെ പോസ് ചെയ്യുന്നു, മരത്തിന് മുകളിൽ കയറി ഫോട്ടോ എടുക്കുന്നു, തോട്ടിൽ നീന്തി ഫോട്ടോ എടുക്കുന്നു, എന്തെല്ലാം തരത്തിലുള്ള ഫോട്ടോ. ഭയങ്കര എൻജോയ്മെന്റാണ്. ഇത് നമ്മുടെ ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ തരുന്ന ഒരു താൽക്കാലിക എക്സൈറ്റ്മെന്റ്. അപ്പൊ ഇവർക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ, ആഹാരം ഒന്നിച്ചേ കഴിക്കുള്ളൂ, ഒന്നിച്ചേ നടക്കുള്ളൂ, എല്ലാം ഒന്നിച്ച. കുറെ കഴിയുമ്പോൾ ഈ ഡോപ്പമിൻ അങ്ങ് കുറയും. പിന്നെ അവരെതിരെ പോയി നമ്മൾ അറിയത്തു പോലുമില്ല. കാരണം ഇത് മാനുഷികമാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇത് വീണ്ടും ഉണ്ടാവണമല്ലോ. കാരണം ഇത് മുമ്പോട്ട് ബന്ധം പോകണമെങ്കിൽ വീണ്ടും വീണ്ടും അഡ്വഞ്ചറസ് ആയാലേ ഈ ബന്ധം മുമ്പോട്ട് പോകുള്ളൂ. അപ്പൊ പറയും, ഒന്നിച്ചൊരു സിനിമ കാണാൻ പോവാ, അപ്പം ഇത്തിരി ഡോപ്പമിൻ ഇഞ്ചക്ട്. ഒന്നിച്ച് വേണമെങ്കിൽ ഒന്ന് ഒരു ടൂർ പോകാം, അല്ലെങ്കിൽ കുറച്ച് നർമ്മ സംഭാഷണങ്ങൾ നടത്താം. ഇങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിലെ ആൾക്കാർ ഇതിനെ വീണ്ടും പമ്പ് ചെയ്ത് ഏറെ നിറച്ച് കൊണ്ടുപോകുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇങ്ങനെ പമ്പ് ചെയ്ത് നിറച്ചാൽ ഇതും കൊണ്ടൊന്നും നിറയ്ക്കാൻ പറ്റത്തില്ല. ഏതുകൊണ്ടാ? ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടൊന്നും ഒരു ക്രിസ്ത്യാനിയുടെ കല്യാണം നിറയില്ല. പിന്നെ ഉള്ളത് നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുള്ള കോമൺ ടോപ്പിക്, മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ആകെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? പ്രാർത്ഥനയും ആത്മീയത. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന്റെ ആത്മീയതയല്ല, ഭാര്യയുടെ ആത്മീയത. ഈ സഹോദരിമാരുടെ ആത്മീയതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? സഹോദരിമാരുടെ ആത്മീയതയും സഹോദരന്മാരുടെ ആത്മീയതയും എക്സ്പ്രഷന്റെ കാര്യത്തിൽ 2 രീതിയിലാണ്. സഹോദരിമാരാണോ സഹോദരന്മാരാണോ കൂടുതൽ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നത്? ഉപവാസം കൊണ്ടെടുക്കുന്നവരാ? ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാവരും നിർബന്ധിക്കുന്നവരാ കൂടുതൽ? നിങ്ങളുടെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അമ്മമാരുടെ സ്പിരിച്വാലിറ്റിയാണ് ചില സമയത്ത് മക്കൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും വലിയ പാട്. വൈകിട്ട് അവർ ക്രിക്കറ്റ് കാണാൻ TV ഓൺ ചെയ്യുമ്പോഴായിരിക്കും അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ തീരില്ല. ഇത് നമ്മുടെ ചുറ്റും ഈ പിള്ളേർക്ക് അറിയാവുന്ന ആൾക്കാരുടെ വിഷയം പ്രാർത്ഥിച്ചായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇത് ട്രംപ് തൊട്ട് ബൈഡൻ തൊട്ട് മോഡി തൊട്ട് അറിയാവുന്നവർ മുഴുവൻ പ്രാർത്ഥിച്ച് ഒരു 2-3 മണിക്കൂർ ആകുമ്പോഴേക്ക് ഈ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങും. അവന്റെ ക്രിക്കറ്റും പോയി, അവന്റെ എന്റർടൈൻമെന്റും പോയി. പിന്നെ അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴേ ഇവന് പേടിയായിരിക്കും. പതുക്കെ അവൻ ഈ പ്രാർത്ഥന ഒരു ശല്യമായിട്ട് കണ്ടെത്തും. അവന്റെ ഉള്ളിൽ കർത്താവ് ഇല്ലാതാനും ശല്യമായിട്ട് കണ്ടെത്തി കഴിയുമ്പം അവര് പതുക്കെ അങ്ങ് മുങ്ങും. ഇത് ഇന്ന് മിക്കവാറും കുടുംബങ്ങളിലും, അതായത് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത, അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ചെയിൻ പ്രയറുകൾ ഇങ്ങനെ വീടിനകത്ത് എല്ലാവരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോഴേക്കും ഇതിനകത്ത് ആത്മാവിന്റെ ഫോഴ്സ്, പ്രാർത്ഥിക്കാനുള്ള ഫോഴ്സ് കിട്ടാത്ത ആൾക്കാരെല്ലാം മടുക്കും.
അപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴേ വീട്ടിലുള്ളവർക്ക് എല്ലാവരും അസ്വസ്ഥത തുടങ്ങും. ഇത് എപ്പോൾ തീരും എന്നറിയാൻ മേല. വിശപ്പും വേറൊരു വഴി, പ്രാർത്ഥിക്കാതെ ഫുഡ് കഴിക്കാനും പറ്റില്ല. അപ്പൊ എവറിത്തിങ് ബിക്കം എ ഡ്രഡ്ജറി, എ മൊണോട്ടണസ് ഡ്രഡ്ജറി. വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന അതേ വാക്കുകൾ, അതേ ശബ്ദങ്ങൾ. അപ്പൊ സ്പിരിച്വൽ എക്സൈറ്റ്മെന്റ് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഇവർ തമ്മിലിരുന്ന് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഇതൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നില്ല. അപ്പൊ ക്രിസ്ത്യൻ മാരേജസിന്റെ ചലഞ്ചസ് എന്ന് പറയുന്നത് ശരിക്കും സാധാരണ വിവാഹങ്ങൾ പോലെയല്ല, അതിനേക്കാളൊക്കെ കട്ടിയാണ്, കഠിനമാണ്. തന്നെയുമല്ല സാധാരണ വിവാഹങ്ങളിലുള്ള തത്വങ്ങളുമല്ല ക്രിസ്തീയ വിവാഹത്തിനുള്ളത്. കാരണം ഈ ക്രിസ്തീയ വിവാഹത്തിനകത്തൊരു പ്രശ്നമുണ്ട്. ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി പറ്റില്ല. ഈ ഡൈവോഴ്സ് എന്നുള്ള പരിപാടി പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തിയോളജിക്കൽ പ്രോബ്ലം ഉണ്ട് ഈ ഡൈവോഴ്സിനകത്ത്. വിവാഹം കഴിക്കുമ്പോൾ ഉള്ള ഉടമ്പടി എന്ന് പറയുന്നത് മരണം നമ്മെ വേർപിരിക്കുന്നവരെന്നാണ്. അൺടിൽ ഡെത്ത് ഡു അസ് പാർട്ട്. അതാണ് ക്രിസ്ത്യൻ വിവാഹത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളെ കല്യാണം കഴിച്ച് കുറെ കഴിഞ്ഞപ്പം ആര് ചിന്തിക്കുകയാണ്, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ ഇന്ന് വളരെ പെട്ടെന്നാണ് തീരുമാനമൊക്കെ എടുക്കുന്നത്. ശരി, ഡൈവോഴ്സ് ആയത് എവിടെയാ? ഇവിടെയാ. കല്യാണത്തിൽ എത്ര പേരുണ്ടായിരുന്നു? കല്യാണം ഒരു വിവാഹ ജീവിതത്തിനകത്ത് എത്ര പേരുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ്, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പൊ ഉടമ്പടിക്കകത്ത് 4 പേരുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ പിരിഞ്ഞാലും സ്വർഗത്തിലെ രജിസ്റ്ററിൽ ഇതിലൊരാൾ മരിക്കുന്നവരെ ഈ ആദ്യ വിവാഹം അവിടെ അങ്ങനെ തന്നെ കാണും. ഇവിടെ ഡൈവോഴ്സായി, ഇവിടെ വേറെ കല്യാണം കഴിച്ചു. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ആംഗിളിൽ നോക്കിക്കഴിയുമ്പോൾ മരണം നമ്മെ വേർപിരിക്കുന്നവരെ എന്നുള്ളൊരു ഉടമ്പടി സഭയുടെ മുമ്പിലും കർത്താവിന് മുമ്പിലും എടുത്തിട്ടുള്ള ഒരു കപ്പിളിനെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ ഉടമ്പടി ലാപ്സ് ആകാത്തത് കൊണ്ട് രണ്ടാമത്തെ ഉടമ്പടി നമ്മളിവിടെ പറഞ്ഞാലും അതെല്ലാം വ്യഭിചാരമായിട്ട് മാത്രമേ മാറുകയുള്ളൂ. ഇത്രയും കഠിനമായ ഒരു വിവാഹ നിയമം ലോകത്തിൽ ഒരു പുസ്തകത്തിലുമില്ല. ശിഷ്യന്മാർക്ക് ഇത് കേട്ടപ്പോൾ പേടിയായി. ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, സ്ത്രീയെക്കുറിച്ചുള്ള നിന്റെ കൽപ്പന ഇങ്ങനത്തെ കഠിനമായതാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഭേദം. ഒന്ന് ആലോചിച്ച് നോക്കുക, ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ കൂടെ പോയത് എന്താന്ന്. ഒരു നോട്ടീസ് കൊടുത്ത് പറഞ്ഞു വിടാൻ പറ്റിയ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാനേ പോകുന്നില്ലെന്ന്. അപ്പൊ അന്ന് കല്യാണം കഴിക്കുന്ന ആണുങ്ങളുടെ ആകെയുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എങ്ങാനും ശരിയായില്ലെങ്കിൽ ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ട് പൊക്കോന്ന് പറഞ്ഞ് വിടാമെന്ന്. കർത്താവ് പറഞ്ഞു ആ പരിപാടി ഇനി നടക്കത്തില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, ഇങ്ങനെ ആ പരിപാടി നടക്കൂല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കല്യാണം കഴിച്ചിട്ട് ശരിയായില്ല പിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണ്ടേ? അത് ശിഷ്യന്മാർ ചോദിച്ചത്. ഊരിപ്പോകാനും പറ്റില്ല, ഡൈവോഴ്സ് ഇല്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ്. കോംപ്രമൈസ് ചെയ്യുമെന്ന് വിചാരിക്കുക വേണ്ട. ചിലർ ഷണ്ണന്മാരായി ജനിക്കുന്നു, ചിലരെ മനുഷ്യർ ഷണ്ണന്മാരാക്കുന്നു. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി നീ വേണമെങ്കിൽ ഷണ്ണനായിരുന്നോ, കെട്ടണ്ട, കെട്ടിയാൽ ഉപേക്ഷിക്കാൻ സമ്മതിക്കില്ല. ഇത്രയും കർശനമായിട്ട് ബൈബിളിലല്ലാതെ ലോകത്ത് ഒരു രാജ്യത്തിന്റെ ശിക്ഷാ നിയമങ്ങളിൽ പോലും ഇല്ല. എന്നാൽ ബൈബിൾ പോലെ സ്വാതന്ത്ര്യം തരുന്നൊരു ബുക്കില്ല താൻ. ബൈബിളിൽ എന്ത് കഴിക്കണമെന്ന് വ്യവസ്ഥയില്ല, എന്ത് വേണം കഴിക്കാം. തിരിച്ചിങ്ങോട്ട് കഴിക്കാതിരുന്നാൽ മതി. എന്ത് വസ്ത്രവും ധരിക്കാം, പ്രൊവോക്ക് ചെയ്യാതിരുന്നാൽ മതി മറ്റുള്ളവരെ. ഞാനൊരു രസകരമായൊരു കാര്യം വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ പുരുഷന്മാരായാലും വസ്ത്രം ധരിക്കാൻ നേരത്ത് കണ്ണാടി മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, കർത്താവ് എൻ്റെ സഹോദരന്മാർക്ക് ഓൾറെഡി കുറെ പ്രശ്നങ്ങളുണ്ട്, ഇനി എൻ്റെ ഈ വസ്ത്രം കണ്ടിട്ട് അവർക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട്. അത്രയേ ഉള്ളൂ. വേറെ എന്ത് ധരിക്കണമെന്ന് വ്യവസ്ഥയിൽ, എന്ത് കഴിക്കണം എന്ന വ്യവസ്ഥയിൽ, എപ്പോൾ എഴുന്നേക്കണമെന്ന് ബൈബിൾ പറയുന്നില്ല, കൽപ്പനയില്ല. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലൊരു സൂചന സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ഒരു മാതൃക തന്നു. അതല്ലാതെ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. അത്ര സ്വാതന്ത്ര്യം ഇതുപോലെ സ്വാതന്ത്ര്യമുള്ളൊരു മതം ലോകത്തോടത്തുമില്ല. പക്ഷെ ഈ വിവാഹത്തിന്റെ കാര്യം വരുമ്പോഴേക്കും ഇതുപോലെ കഠിനമായ ഉപദേശമുള്ള ഒരു സിസ്റ്റവും ലോകത്തിൽ ഒരിടത്തും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തിനാണ് ഇത്രയും കഠിനമായ വിവാഹ നിയമങ്ങൾ കൊടുത്തേക്കുന്നത്? ഒരു ഇത്തിരി മയം ഇതിനകത്തുണ്ടായിരുന്നു എന്തോരം നമ്മുടെ പിള്ളേർ സഫർ ചെയ്യുന്നതെന്ന്. അവര് ഈ കഷ്ടതയുടെ നടുവിൽ എങ്ങനെ ഈ വിവാഹ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും? അവർക്ക് റിലീഫ് വേണ്ടേ? നിങ്ങൾക്കറിയാമോ, ഇന്ന് ഞാൻ ഒരു ഇത്തിരി എൽഡർലി ആയിട്ടുള്ള ഒരു കപ്പിളിനെ കൗൺസിൽ ചെയ്യും. അവർ തമ്മിൽ വഴക്കാം, വർഷങ്ങൾ ദശാബ്ദങ്ങളായി വഴക്കാം. അപ്പൊ ഞാൻ ഇവരോട് സംസാരിക്കും, ഇവരെല്ലാം സമ്മതിച്ചു പോകും. 2 ദിവസം കഴിയുമ്പോൾ, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും.
ഇതെന്താ ഇങ്ങനെ ആകുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയിട്ട് അവർ വേറൊരു സെക്യുലർ കൗൺസിലറിനെ പോയി കാണുന്നുണ്ട്. അതൊരു ലേഡിയാ. ആ ലേഡി ഈ ലേഡിയോട് പറയുന്നുണ്ട്, നിന്നെ അയാൾ ചൂഷണം ചെയ്യുമായിരുന്നു, നീ വെറുതെ വിടരുത്. ഇന്ന് ഈ പിള്ളേരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യം, നിനക്ക് കുറെ അവകാശങ്ങളുണ്ട്, ഈ അവകാശങ്ങൾ നിന്നെ അടിച്ചമർത്തി വെച്ചിരിക്കുവാണ്. നീ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചാൽ നിനക്ക് മാനസിക പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രതികരിക്കണം. നിനക്ക് കിട്ടാത്ത അവകാശങ്ങളെ പിടിച്ചെടുക്കണം. നിനക്കൊരു സെൽഫ് വർത്ത് ഉണ്ട്, അതിനെതിരെയാണ് നിന്റെ ഭർത്താവ് പ്രവർത്തിക്കുന്നത്. നിന്നെ അടിച്ചമർത്തപ്പെടേണ്ട ആളല്ല. ഇവിടെ നമ്മളെന്താ പറയുന്നത്? ക്ഷമിക്ക്, മരിക്ക്, ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത്. ഇപ്പൊ സെക്യുലർ മാരേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെയും പുരുഷന്റെയും കൺവീനിയൻസ് അനുസരിച്ചാണ്. അതായത് അവരുടെ കംഫർട്ട് നോക്കിയിട്ടാണ്, അവരെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ്. എന്നാൽ കർത്താവിന്റെ നിയമങ്ങൾ ആരെയും കംഫർട്ടബിൾ ആക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളെ തകർക്കുകയും ക്രിസ്തുവിന് അനുരൂപമായ ഒരു പണി നമ്മളിൽ നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്രിസ്ത്യ വിവാഹത്തിന്റെ വ്യത്യാസം. എനിക്ക് ഈ വിവാഹത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലായത് ഞാനൊരു കല്യാണത്തിന്റെ പ്രസംഗിക്കുമ്പോഴാണ്. അതിവിടെ അല്ല, ആന്ധ്രയിൽ. ഞങ്ങൾ 10 വർഷം ആന്ധ്രയിൽ മിഷണറിമാരായിരുന്നു. അപ്പം ഞങ്ങളുടെ ചർച്ച് ടൗണിലാണ്. അവിടെ വരുന്ന ഒരു സഹോദരന്റെ കല്യാണം നടക്കാൻ. അപ്പൊ ഈ കല്യാണം നടക്കുന്ന സമയത്ത് 1000-ഓളം പേര് വില്ലേജുകളിൽ നിന്ന് വന്ന് കൂടിയിട്ടുണ്ട്. അപ്പൊ അവരോടാണ് സംസാരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഏറ്റവും പുറകിലിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സഹോദരനുണ്ട്. സാധാരണഗതി ഞാനൊരു സ്ലിപ്പൊക്കെ എഴുതിക്കൊണ്ടാണ് പോകുന്നത്. ഈ പ്രസംഗം പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 3 അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ട് എൻ്റെ സ്ലിപ്പ് കാണുന്നില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രസംഗം കാണുന്നില്ല. അപ്പൊ ഈ സഹോദരനോട് ചോദിച്ചു, എന്താ പ്രസംഗിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, സ്ലിപ്പ് കാണുന്നില്ല. അല്ല, എന്താ ഉദ്ദേശിച്ചത്? 1 മണിക്കൂർ പ്രസംഗം ഉണ്ടോന്ന്? 1 മണിക്കൂർ. അപ്പൊ ഞാൻ പറഞ്ഞു, അവർ ഒരു ദേഹമായി തീരും, അതുകൊണ്ട് ദൈവം കൂട്ടി വയ്പ്പിച്ച മനുഷ്യൻ വേർപിരിക്കും, ഇത്രയും മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. പുള്ളി പറഞ്ഞു, ഈ പാട്ട് കഴിയുമ്പോൾ പ്രസംഗിക്കണം, എന്ത് ചെയ്യും? അപ്പൊ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനിങ്ങനെ ആ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പറയുന്ന അതുപോലെ നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ എന്നൊരു ആന്തരികമായ ശബ്ദം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു, കർത്താവ്, എന്ത് പറഞ്ഞാലും പറഞ്ഞോളാം. അതിനുശേഷമാണ് ഞാൻ ഈ സ്ലിപ്പും കുറിപ്പടി ഇല്ലാതെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. നേരെ മുമ്പോട്ട് വന്നു. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ്, ഈ പാട്ടിന് തൊട്ട് മുമ്പ്, ഈ ഭർത്താവിനെ കുറിച്ച്, അല്ല കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ചും പെൺകുട്ടിയെ കുറിച്ച് അവരുടെ പാസ്റ്റർമാർ ഭയങ്കര ഉയർത്തി സംസാരിച്ചായിരുന്നു. സൺഡേ സ്കൂളിൽ ഭയങ്കര ഹീറോ ആയിരുന്നു, അവനെ പഠിച്ചായിരുന്നു, ഭയങ്കര ശുശ്രൂഷയിൽ മിടുക്കരാണ്, പാട്ടുപാടാൻ കഴിവുള്ള ആളാണ്, യൂത്ത്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്, ഭയങ്കര പൂഴ്ത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒത്തിരി രഹസ്യങ്ങൾ ഇവർക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല മനുഷ്യരല്ല ഇവർ രണ്ടുപേരും. ആൾക്കാർ ഞെട്ടിപ്പോയി. എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ പറയുന്നതല്ല, പുള്ളി പറഞ്ഞു, ഇവര് വളരെ നല്ല മനുഷ്യരാണ്, ഇവരുടെ പാസ്റ്റർ പറഞ്ഞ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് തെലുങ്ക് മനസ്സിലാവും അന്നും. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, തിരിക്കട്ടെ. പുള്ളി പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇവർ രണ്ടുപേരും ഇവർ കാണുന്ന പോലെ നല്ല മനുഷ്യരല്ല. ഇവർക്ക് പോലും, ഇവരുടെ അപ്പനും അമ്മയ്ക്കും പോലും അറിയാൻ വയ്യാത്ത ഒത്തിരി രഹസ്യങ്ങൾ ഇവർക്കുണ്ട്. ഇവരെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് ദൈവം ഒരാളെ ഇയാളുടെ കൂടെ വിട്ടിട്ട് പറഞ്ഞു, നീ പോയി എല്ലാം കണ്ടുപിടിക്കുക, വെളി പറയരുത്. ഇവൻ ആരോടും ദേഷ്യപ്പെടാതെ സൗമ്യനായി നടക്കുന്ന ഇവന്റെ ഒറിജിനൽ സ്വഭാവം ഇതല്ല. കുറെ കഴിയുമ്പോൾ നീ കണ്ടുപിടിക്കുന്ന ഇവൻ എവിടാ ദേഷ്യം വരുന്നത്. ഇവന്റെ പേഴ്സണാലിറ്റിയിലെ കുഴപ്പങ്ങൾ മുഴുവൻ ആര് കണ്ടുപിടിക്കണം? ഈ കൂടെ വരുന്നയാൾ കണ്ടുപിടിക്കണം. വേറെ ആർക്കും ചെന്ന് കയറാൻ പറ്റാത്ത ഏരിയയിലേക്ക്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവന്റെ ഇതെല്ലാം അഭിനയമായിരുന്നല്ലോ എന്ന്. അപ്പം അതാണ് ഈ ആദ്യം ഡോപ്പമിന്റെ എക്സൈറ്റ്മെന്റ്, കുറെ ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴായിരിക്കും ഇയാളല്ലല്ലോ അയാളെന്ന് മനസ്സിലാകുന്നത്. ഇത് പ്രേമിച്ച് നടക്കുന്നവർക്ക് പറ്റുന്ന വലിയൊരു മണ്ടത്തരം. അവര് വിചാരിക്കുന്ന ഈ പ്രേമമാണ് ഏറ്റവും ദിവ്യമെന്നാണ്. പക്ഷെ പ്രശ്നം അതൊരു ഡോപ്പമിൻ എഫക്റ്റ് ആയിരുന്നു. ഇയാളെ കണ്ടില്ലേ വേറെ ആളുടെ തോന്നിയനെ, ഞാൻ അയാളില്ലെങ്കിൽ ജീവിക്കൂല എന്ന് പറയുന്ന കേട്ടില്ലേ. ഇയാളെ അവര് ജീവിതത്തിൽ കണ്ടില്ലായിരുന്നെങ്കിൽ വേറെ ആളെ കാണുമ്പോൾ ഇത് തന്നെ തോന്നിയനെ. ആ പ്രായമാകുമ്പോൾ തോന്നും. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഞാൻ വിചാരിച്ച ആളല്ല, ഇത് വേറൊരു സ്വഭാവമാണ്. അന്ന് വേറൊരു സ്വഭാവമായിരുന്നു. അന്ന് ഈ ഡോപ്പമിൻ കാരണം പുള്ളി അങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ അത് ഇല്ലാത്തതുകൊണ്ട് അവൻ ഒറിജിനൽ സ്വഭാവം. അപ്പൊ ഈ ഒറിജിനൽ സ്വഭാവം ഡിസ്കവർ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിലാണ് മിക്കവാറും ഡൈവോഴ്സുകൾ. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ്, കാരണം അവര് പ്രതീക്ഷിച്ച ആളല്ല ഇത്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി എല്ലാ മനുഷ്യനും ആദമിക്കാണ്. ആദമിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എല്ലാ സ്വഭാവം നമ്മുടെ വല്യപ്പൂപ്പന്റെ സ്വഭാവം. ആരുടെ സ്വഭാവം? അത് ആദമിന്റെ സ്വഭാവം. പിന്നെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലഘട്ടം കൊണ്ട് ഇത്രയും മനുഷ്യരുണ്ടായപ്പോൾ ഉണ്ടായ ജീനുകളിലുണ്ടായ വ്യത്യാസവും, പിന്നെ അത് കൂടാതെ നമ്മൾ വളർന്നു വന്ന അന്തരീക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ബെത്ത് തോമസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, ബെത്ത് തോമസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതാനുഭവം. ബെത്ത് തോമസ്, ഈ പെൺകുട്ടി 6 വയസ്സുള്ളപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഈ പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തിയുണ്ട്. 6 വയസ്സുള്ളൂ. അപ്പൊ ഈ കൊച്ചിനോട് ചോദിച്ചു, കത്തി എന്തിനാ കൊണ്ടു നടക്കുന്ന ചോദിച്ചാൽ പറഞ്ഞു, കൊല്ലാനാ. ആരെ? എൻ്റെ അനിയനെ, പിന്നെ എൻ്റെ അപ്പനെ, അമ്മയെ. നമ്മൾ ആ ഇന്റർവ്യൂ ഇപ്പോഴും അവൈലബിൾ ആ, ഇന്റർവ്യൂ റെക്കോർഡാ. ശരിക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന തോന്നും. ഒരു സൈക്കോപാത്തിക് സ്വഭാവമുള്ള ഒരു കൊച്ച്, 6 വയസ്സുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൊച്ചിന് ഇങ്ങനെ വന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ചെറുപ്പകാലത്ത്, അത് 2-3 വയസ്സുള്ള കാലഘട്ടത്തിൽ തൊട്ട് ഈ കുഞ്ഞിനെ അവരുടെ മദ്യപാനിയായ അപ്പൻ റേപ്പ് ചെയ്യുമായിരുന്നു. സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് അവൾ അനുഭവിക്കാത്ത ഒരു അബ്യൂസും ഇല്ല. അമ്മ വളരെ ഇൻഡിഫറൻ്റ് ആയിരുന്നു. അമ്മ ഒരിക്കലും കൊച്ചിനെ പരിഗണിച്ചിട്ടേ ഇല്ല. ഇപ്പൊ കുഞ്ഞിന് 1-2 വയസ്സ് കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ്. ചിരിക്കുന്നത് നമുക്കറിയാം. ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ 45-ാം ദിവസം കൊച്ചു ചിരിക്കും, അമ്മയെ നോക്കി ചിരിക്കും. അമ്മയെ നോക്കി ചിരിക്കുന്നതല്ല, ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീസ് ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ്. അമ്മയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുകയാണ്. ഇത് നീ എൻ്റെ അമ്മയെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടേ കൊച്ചു ചിരിക്കുന്ന, പറയുന്നില്ലെന്നേ ഉള്ളൂ, ആ ചിരിയുടെ അർത്ഥം അതാണ്. അപ്പൊ അമ്മ എടുത്തുകൊണ്ട് നടക്കുന്നു, അങ്ങനെ ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാകുന്നു. അപ്പനെ നോക്കുന്നു, ഇതാണ് അപ്പൻ എന്ന് പറയുന്നു. അപ്പൻ എടുത്തുകൊണ്ട് നടക്കുന്നു, മോളെ എന്ന് വിളിക്കുന്നു, മോനെ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ കൊഞ്ചിച്ച് ലാലിച്ച് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്. ഇത് എപ്പോഴുണ്ടാകുന്നത്? ഈ ആദ്യത്തെ 1-2 വർഷം. പിന്നെ നമ്മൾ ആന്റിയെ കാണിച്ചു കൊടുക്കുന്നു, അങ്കിളിനെ കാണിച്ചു കൊടുക്കുന്നു, വല്യപ്പനെ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ബന്ധങ്ങൾ പിള്ളേർക്ക് വളരുന്നു. ആ ചെറുപ്പകാലത്ത് ഒരു ബന്ധവും ഇല്ലാതെ പോയാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിവില്ലാത്തവരായിരിക്കും. അവർക്ക് വേറൊരാളുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല. ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി മനസ്സിലാവുമെങ്കിലും ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് ആ കുഞ്ഞിന് വളരെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് കടന്നു വന്ന സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നവരായിരിക്കില്ല. അവിടെ നിങ്ങൾ എത്ര സ്നേഹിച്ചാലും ആൾക്ക് സ്നേഹിക്കണം, സ്നേഹമാണെന്ന് തോന്നണമെന്നില്ല. എത്ര സ്നേഹം എക്സ്പ്രസ് ചെയ്താലും ആ സ്നേഹം റീഡ് ചെയ്തെടുക്കാനുള്ള കഴിവ്, കൊടുക്കാനുള്ള കഴിവ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്നേഹം വായിച്ചെടുക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ലവ് ആണ്. അത് റിസീവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സാൽവിഫിക് ഗ്രേസ്, രക്ഷാകരമായ ദൈവകൃപ ഒരു മനുഷ്യനിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഇതാണ് എന്ന് പറയുമ്പം അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന് റിസീവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലെങ്കിൽ അവന് ഒന്നും ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി എ കോൾഡ് ട്രൂത്ത് ഫോർ ഹിം വിത്ത് നോ കണക്ഷൻ ടു ലൈഫ്. എന്നാൽ അതേ സമയത്ത് ആ റിസപ്റ്റിവിറ്റി, അത് ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കണ്ണ് നിറയുന്ന ഈ ഒരു റിസപ്റ്റിവിറ്റി ഇല്ലാത്ത ഒരാളെയാണ് കഴിക്കുന്നതെങ്കിൽ, ഞാൻ എത്ര സ്നേഹിച്ചിട്ടും മനസ്സിലാകുന്നില്ല ബ്രദറെ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ സ്നേഹം തോന്നുന്നില്ല, മരവിപ്പ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും ബേസിക്കലി ഒരേ സ്വഭാവമാണെങ്കിലും നമ്മൾ വളർന്നു വന്നപ്പോൾ നമുക്ക് കിട്ടിയ ലൈഫ് സ്കിൽസിന്റെ കാര്യത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടും പലവിധമായ സ്നേഹമില്ലായ്മയിൽ ഉള്ള വീട്ടിലും അടിച്ചമർത്തുന്ന വീട്ടിൽ, അതായത് ചില വീടുകളിൽ പിള്ളേർ കരയുമ്പോൾ പിള്ളേരോട് പറയും, നാണമില്ലാതെ നിന്ന് കരയുന്ന കണ്ടില്ലേ, ഷെയ്മിങ് ദെയർ ഇമോഷൻസ്. അപ്പൊ കുറെ കഴിയുമ്പോഴേക്കും അവൾക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസിനോടെല്ലാം പുച്ഛമായിരിക്കും. ചെറുപ്പത്തിലെ വരുന്ന പ്രശ്നം, വേറെ ആൾ കരയുന്ന കാണുമ്പോൾ അവർക്കൊന്നും തോന്നില്ല, സിമ്പതി തോന്നില്ല. ഈ കൊച്ചു മൃഗങ്ങളെല്ലാം ചുമ്മാ കൊന്നുകളയായിരുന്നു, ഒരു സിമ്പതിയില്ല. അവസാനം ഇവര് ഈ കൊച്ചിനെ രണ്ടാമത് എടുത്ത് വളർത്തിയ ഒരു ഫോസ്റ്റർ ഫാമിലി ആയിരുന്നു. ഈ ഫോസ്റ്റർ ഫാമിലി ഒരു എനിക്ക് തോന്നുന്നൊരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ മറ്റായിരുന്നു. അവർ ബാപ്റ്റിസ്റ്റ് ആണ്, ഏത് ചർച്ചയെന്ന് അറിയില്ല. അവിടുത്തെ ഒരു ശുശ്രൂഷകനാണ് ഈ കുഞ്ഞിനെ വളർത്തിയത്. ഈ കുഞ്ഞിനെ കൊല്ലും, ഇവരെല്ലാം കൊല്ലും എന്നുള്ള സ്ഥിതി വന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്താലും ഇവരെ ഞങ്ങൾ കൈവിടത്തില്ല എന്ന് പുള്ളി തീരുമാനിച്ചു. ഈ ക്രിസ്ത്യൻ കൗൺസിൽ എടുത്ത് കൊണ്ടുപോയി അവരൊരു സൈക്കോതെറാപ്പി സെഷൻ, അതായത് ഇവളെ അവരുടെ റൂമിൽ താമസിപ്പിച്ചു. വെള്ളം കുടിക്കണമെങ്കിൽ പോലും പെർമിഷൻ വേണം, അവൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പെർമിഷൻ ഇല്ല.
ബാത്റൂമിൽ പോകണമെങ്കിൽ പെർമിഷൻ ചോദിക്കണം, ആഹാരം കഴിക്കണമെങ്കിൽ പെർമിഷൻ. അവിടെ സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ പെർമിഷൻ ചോദിക്കാൻ എടുക്കാൻ പറ്റില്ല. അതാണ് റൂള്. എന്തിനാണെന്നറിയോ? വെള്ളം ചോദിച്ച് വെള്ളം തരുന്ന ആളോട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. തന്നെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പില്ല. ഇങ്ങനെ വർഷങ്ങളുടെ തെറാപ്പി, ഈ മൃഗങ്ങളുടെ കൂടെയുള്ള പരിചരണം, പെറ്റ്സിനെ കൊടുത്ത് ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് സൈക്കോതെറാപ്പിക്ക് ശേഷം ഈ കൊച്ചിനെ പണ്ടത്തെ വീഡിയോ കാണിച്ചപ്പോൾ അവള് പൊട്ടിക്കരഞ്ഞു, ഇത് ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, ഹീലിംഗ് ആയി. പിന്നെ അവൾ ചർച്ചിൽ പോകാൻ തുടങ്ങി, കൊയറിൽ പാട്ട് പാടാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും ആ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതെന്നറിയോ, അത്ര അങ്ങോട്ട് അവളെ വിശ്വസിക്കേണ്ടെന്ന്. കാരണം എന്നറിയോ, ഡോണ്ട് നോ ഹൗ മച്ച് ഹീലിംഗ് ഹാസ് ഹാപ്പൻഡ് ഇൻസൈഡ്. നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന ട്രോമ പലതും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറാത്ത മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇപ്പൊ വിവാഹം കഴിക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പ്രേമിച്ച് കിട്ടിയാലും മനസ്സിലാവില്ല, അറേഞ്ച്ഡ് മാരേജിൽ ഒട്ടും മനസ്സിലാവില്ല, ഒരു കല്യാണത്തിലും മനസ്സിലാവില്ല. കാരണം ഈ നേച്ചറൊക്കെ മറഞ്ഞിരിക്കുന്ന പ്രകൃതങ്ങളാണ്. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് ഇതൊക്കെ വെളി വരുള്ളൂ. കാരണം ഈ ഡോപ്പമിൻ വർക്ക് ചെയ്യുന്ന കാലത്തോളം ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്വഭാവമൊക്കെ മറച്ചു വെക്കാൻ ഈ ഹോർമോണുകൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എളുപ്പമാണ്. എന്നാൽ അത് മങ്ങിക്കഴിയുമ്പോൾ ഒറിജിനൽ സ്വഭാവം എല്ലാം കൂടെ വെളി വരും. അപ്പൊ ഒറിജിനൽ സ്വഭാവം വെളി വരുന്ന കാലഘട്ടത്തിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയാണ് ഡൈവോഴ്സ് പാടില്ല എന്ന റൂൾ ആദ്യമേ നമ്മൾ എഴുതി വെക്കുന്നത്. യു ഷാൽ നോട്ട് ലീവ് യുവർ വൈഫ് ഓർ ഹസ്ബൻഡ്. ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കർത്താവെ പറ, എന്ത് ചെയ്യും? അവിടെയാണ് എഫെസ്യ ലേഖനം വരുന്നത്. എഫെസ്യ ലേഖനം 5:22 പറയുന്നത്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ വിവാഹം നയിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് 5:22 പോകാം. വളരെ പെട്ടെന്ന് ഞാൻ തീർത്തോളാം. എഫെസ്യ ലേഖനം 3:16 മുതലുള്ള വാക്യങ്ങൾ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അതുവരെയുള്ള ലേഖനങ്ങൾ, അതായത് റോമർ, കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ 3, അതുവരെയുള്ള ലേഖനങ്ങളും അതിനുശേഷമുള്ള ലേഖനങ്ങളെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണത്. ഈ ഡിവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെയുള്ള ഭാഗം, അതായത് റോമാലേഖനം, ഗലാത്യ ലേഖനം, പ്രത്യേകിച്ച് ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനത്തിന്റെ ആദ്യ 3 അധ്യായങ്ങൾ ദൈവം നമ്മെ സൗജന്യമായി നീതീകരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വി ബിക്കെയിം ചിൽഡ്രൻ ഓഫ് ഗോഡ്, നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറി, മക്കളെങ്കിലോ അവകാശികളുമായി മാറി. അത് നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല ദൈവം നമ്മളെ രക്ഷിച്ചത്. എഫെസ്യ ലേഖനം പറയുന്നത് അവന്റെ കരുണപ്രകാരമാണ്. ഇപ്പൊ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന എല്ലാം സ്വർഗത്തിൽ ഈ രക്ഷിക്കപ്പെട്ടവർക്കുള്ള ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. അതായത് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് നമുക്ക് 7-8 മാത്രം ഒന്ന് വായിക്കാം. എഫെസ്യർ 1:7-8 മാത്രം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അടുത്ത കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. എന്തോ ഈ അതെന്ന് പറയുന്നത് എന്തോ? അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഈ വീണ്ടെടുപ്പ് നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? ജ്ഞാനവും വിവേകവുമായിട്ടാണ് തന്നിരിക്കുന്നത്. എങ്ങനെയുള്ള ജ്ഞാനവും വിവേകവും? അവന്റെ കൃപാധന പ്രകാരം, അല്ലെ? ഇതെങ്ങനെയാണ് ഈ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് സ്വർഗത്തിലെ വീണ്ടെടുപ്പിനെ കുറിച്ചല്ല, അത് ഉണ്ട്. പക്ഷെ നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിക്രമം ചെയ്യാതെ നമ്മൾ വിടുവിക്കപ്പെടുന്നത് എങ്ങനെയാന്നുള്ളതാണ് അടുത്ത വാക്യം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ജ്ഞാനവും വിവേകവും നമുക്ക് തന്നിട്ട്, ഏത് ജ്ഞാനവും വിവേകവും? ക്രിസ്തുവിന്റെ ധനപ്രകാരമുള്ള ജ്ഞാനവും വിവേകവും നമുക്ക് തന്നിട്ട് എങ്ങനെയാണ് അതിക്രമങ്ങളിൽ വീഴാതെ നമ്മളെ ദൈവം രക്ഷിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ യൂട്യൂബിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്, പ്രസംഗത്തിലൊക്കെ. ഞാനൊരു ദിവസം കാർ ഓടിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ പോകുമ്പം തെങ്ങണയ്ക്ക് പോകുന്ന റോഡിലെ ഒരു ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവിടെ ഒരു ജംഗ്ഷനിൽ നല്ല ട്രാഫിക് ബ്ലോക്കിൽ ഞാൻ ഈ വണ്ടി നിർത്തി. അപ്പോൾ പുറകെ ഒരു ബൈക്ക്, ഈ ഹൈറ്റ് ആയിട്ട് ബാക്കൊക്കെ പൊങ്ങി നിൽക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, അതായത് അവർ ബ്രേക്ക് ഔട്ടുമ്പം ബാക്കിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ കൃത്യം വൃത്താകൃതിയിൽ തെറിച്ചുപോയി ഫ്രണ്ടിൽ വീഴണം. അതാണ് അതിന്റെ ഡിസൈൻ. ഈ ആൾ ഈ ബൈക്കുമായിട്ട് വന്നിട്ട് ഒറ്റ ഇടി എൻ്റെ വണ്ടിയുടെ പുറകിലേക്ക്, വണ്ടിയുടെ ബമ്പർ 2 സൈഡിൽ ഇങ്ങനെ ബൾജായിട്ട് വെളിയിലോട്ട് വന്നു. അപ്പോൾ ഞാൻ മിററിലൂടെ നോക്കി കഴിഞ്ഞപ്പം പൊളിഞ്ഞു, 2 സൈഡും പൊളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ നേരെ ഇടിയൊക്കെ കഴിഞ്ഞ്, ബൈക്കിനൊന്നും പറ്റിയില്ല, ടയറാണല്ലോ ഇടി, ഇത് നേരെ വന്ന് എൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി.
നിർത്തിയപ്പോൾ ഞാൻ വിൻഡോ താത്തിട്ട് വെച്ചു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സാറേ ബ്രേക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, 2 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ ബ്രേക്ക് കിട്ടില്ലായിരുന്നു ചോദിച്ചു. അപ്പൊ ഇതെന്റെ ഭയങ്കരമായ ബുദ്ധിയാ, ബുദ്ധി. പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ആരുടെ രാജ്യമാണ് സ്ഥാപിക്കാൻ പോകുന്നത്? നിന്റെ കാറിനേക്കാളും ബൈക്കിനേക്കാളും വിലയുള്ളവനാണ് ആയിരിക്കുന്നവൻ. നിന്റെ കാറിന്റെ വില പ്ലസ് ആ ബൈക്കിന്റെ വില എല്ലാം കൂടെ ചേർത്താൽ അതിനേക്കാൾ വിലയുള്ള ഒരു ആത്മാവാണ് ആ ബൈക്കിന്റെ മുകളിൽ ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് വന്നു. അതാണ് ജ്ഞാനം. അതെന്നെ എവിടെ നിന്ന് രക്ഷിച്ചു? അതിക്രമം ചെയ്യുമായിരുന്നു, ഞാൻ ചിലപ്പോൾ അവനെ തടഞ്ഞു നിർത്തുമായിരുന്നു. പോലീസുകാരൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അതിൽ നിന്നെ രക്ഷിച്ചു. തക്ക സമയത്ത് ജ്ഞാനം, വിവേകം. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ ഈ വിവേകം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. ചിരിച്ചു. അവന് ചിരിച്ചു. അവൻ അത്ഭുതമായി പോയി, ചിരിച്ചു, സോറി എന്ന് പറഞ്ഞ് അവനങ്ങ് പോവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ അതിക്രമം ചെയ്യുന്ന മൊത്തം. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കർത്താവിന്റെ കൃപാധന പ്രകാരമുള്ള ആ സ്വർഗീയ അനുഗ്രഹം ജ്ഞാനവും വിവേകവുമായിട്ട് നമുക്ക് വരണം. അപ്പൊ ആത്മീക അനുഗ്രഹം പ്രാപിച്ചവർക്ക് മാത്രമേ ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഒരു ഡിപ്പോസിറ്റ് സ്വർഗത്തിലുണ്ട്. അത് ആത്മീക അനുഗ്രഹങ്ങളുടെ ഡിപ്പോസിറ്റ് ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് കൃപാധനപ്രകാരം ഉള്ളതാന്ന. ഈ കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അർഹതയില്ലാത്തവർക്കുള്ള ദാനം എന്നാണ് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം. ദാറ്റ്സ് എ തിയോളജിക്കൽ മീനിങ്. വേദശാസ്ത്രപരമായ അർത്ഥം അതാണ്. എന്നാൽ ഡിക്ഷണറിയിൽ ഒന്ന് നോക്കിയേ, എന്താണ് ഈ കൃപ എന്ന വാക്കിന്റെ അർത്ഥം? ശബ്ദധാരാവലിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഗ്രേസ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കി കഴിഞ്ഞാൽ, അല്ലെ വേണ്ട ഗൂഗിൾ, നമുക്ക് ഇപ്പൊ ഫോൺ എടുക്കാൻ പെർമിഷൻ ഇല്ലല്ലോ, വേണ്ട, പിന്നെ സ്വസ്ഥമായിട്ട് പോയി എടുത്താൽ മതി. കൃപ എന്ന വാക്കിന്റെ അർത്ഥം മലയാളം ശബ്ദധാരാവലിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനോഹരമായതെന്നാണ്. ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്വാളിറ്റി ദാറ്റ് മേക്ക് സംതിങ് അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലീസിങ്. ഞാൻ വേറെ രീതി പറഞ്ഞാൽ ഇതിങ്ങനെയാണ്, അയാളുടെ ശബ്ദം ഒന്നിനും കൊള്ളില്ലെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത കൃപയുണ്ട്. കൃപ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർഹിക്കാത്ത കുറെ ദാനം ഉണ്ടെന്നാണോ? അല്ല, അത് കേൾക്കുമ്പോൾ ദൈവികമായ ഒരു ആനന്ദം അത് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. ക്രിസ്തുവിൽ കൃപയുടെ പൂർണ്ണത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിൽ ഈ ദൈവികമായ തേജസ് കൃപയായി വെളിപ്പെട്ടിരുന്നു. അവൻ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ സ്വർഗത്തിൽ ആരാധന സ്വീകരിച്ചിരുന്ന മഹോന്നതനായ ക്രിസ്തു ആ തേജസ്സോടെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ നമുക്ക് ആർക്കും മുഖത്ത് നോക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ അവന്റെ തേജസ്സിനെ എങ്ങനെയാ കണ്ടത്? കൃപയും സത്യവും നിറഞ്ഞതായിട്ടാണ് കണ്ടത്. അപ്പൊ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കൃപയാണ്! അവന്റെ സംസാരം കേട്ടാൽ എന്തൊരു കൃപയാണ്! എന്ത് കൃപയോടെയാണ് സംസാരിച്ചെന്ന് പറയുന്നത്. എന്ത് അർഹതയില്ലാത്ത ദാനത്തോടെയാണ് സംസാരിച്ചതെന്നാണോ? ആണോ? യേശു ക്രിസ്തുവിൽ കൃപ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അർഹതയില്ലാത്ത ദാനങ്ങളാണ് യേശുവിൽ നിറഞ്ഞിരിക്കുന്നതെന്നാണോ? അല്ല, എത്ര മനോഹരത്വമാണ് ക്രിസ്തുവിലുള്ളതെന്നാണ്. അതുകൊണ്ടാണ് അവന്റെ നിറവിൽ നിന്നും, ആ മനോഹാരിതയുടെ നിറവിൽ നിന്നും നാം എന്ത് പ്രാപിച്ചിരിക്കുന്നു? കൃപയുടെ മേൽ കൃപ. അപ്പൊ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ആ കൃപയെക്കുറിച്ച് പറയുന്ന അർഹിക്കാത്ത ദാനമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് തിയോളജിക്കൽ മീൻ. ബൈബിളിൽ കൃപ എന്നുള്ള വാക്ക് തന്നെ 3 വ്യത്യസ്ത അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ ഈ കൃപയുടെ ധനം എന്ന് പറയുന്നത് എപ്പോഴും ആ തേജസ്സിന്റെ ധനമാണ്. അതായത് കൃപയുടെ മഹത്വം, കൃപയുടെ ധനം, കൃപാധനത്തിന്റെ പുകഴ്ച. ഈ കൃപ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് കർത്താവ് നമുക്ക് തരുന്നതാണ്. അവന്റെ നിറവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നതാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, അല്ല ഭർത്താവ് ഭാര്യയോട്, എല്ലാ വീടുകളിലുള്ള സ്റ്റാൻഡേർഡ് കോൺവെർസേഷൻ. എന്റെ കാറിന്റെ കീ കണ്ടോ? ഭാര്യ എവിടെയെങ്കിലും കൊണ്ടുപോയി കാറിന്റെ കീ വെച്ചിട്ട് എന്റെ പുറകെ നടന്ന ഞാൻ എവിടെ നിന്ന് എടുത്തു തരാം, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. കൃപയുടെ വ്യാപാരം. അങ്ങോട്ടും ഇങ്ങോട്ടൊരു വ്യാപാരം നടന്നു. എന്തോ 50 രൂപ കൊണ്ടേ കൊടുത്ത് 54 രൂപ കൊണ്ടേ കൊടുത്താൽ 54 രൂപ കൊടുത്ത് 2 പാക്കറ്റ് പാല് വാങ്ങിച്ചു. വ്യാപാരം. അതിനാ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ പുള്ളി എന്ത് ചെയ്തു? രാവിലെ ഭാര്യയ്ക്ക് ഒരു വ്യാപാരം കൊടുത്തു. എന്തോ എന്റെ കീ എവിടെ? ഭാര്യയാണെ നിലത്ത് കാല് കുത്താൻ പറ്റാതെ ഓടി നടക്കുന്നതിനിടയ്ക്കാണ് കീ. ഭാര്യ പറയാണ്, എവിടെയെങ്കിലും കൊണ്ടേ വെച്ചിട്ട് ഇതിന്റെ എല്ലാം പുറകെ ഞാൻ നടക്കണോ? എനിക്കിവിടെ പണി തീർന്നിട്ട്. അപ്പൊ രാവിലെ നല്ലൊരു ട്രാൻസാക്ഷൻ നടന്നു. പക്ഷെ എന്തുണ്ടായിരുന്നില്ല? കൃപയുണ്ടായിരുന്നില്ല. ഇനി നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അവിടെ എല്ലാം ബുദ്ധിയുണ്ട്, അപ്പനമ്മമാരിൽ നിന്ന് പഠിച്ച ജ്ഞാനമുണ്ട്, അപ്പനമ്മയും കണ്ടുപിടിച്ച കുടുംബജീവിതത്തിന്റെ ടെക്നിക്കുകളുണ്ട്. പക്ഷെ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച കൃപയുണ്ടോ എന്നുള്ളതാണ് ഈ കുടുംബജീവിതത്തിന്റെ അകത്ത് ചലഞ്ചിങ് ചോദ്യം. നമ്മുടെ ട്രാൻസാക്ഷൻസ് ഏത് രീതിയിലാണ്? ഇത് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവില്ല. ഇന്ന് തൊട്ട് ഞാൻ കൃപയുടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറിനുമ്പോഴേക്കും അത് മറന്നു. ഇത്
ഇത് രക്ഷയുടെ ഫലമായി നമ്മൾ ഉണ്ടാകുന്നതാണ്, ആത്മാവിന്റെ അധിവാസത്താൽ ഉണ്ടാകുന്നതാണ്. ഈ ആത്മാവിന്റെ അധിവാസത്താൽ മാത്രമേ ഒരു ക്രിസ്ത്യൻ മാരീഡ് ലൈഫ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്ര തീരുമാനം എടുത്താലും നിങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി തീർന്നു. കാരണം വചനം എവിടെ കേട്ടാലും അതിന്റെ പുറകെ കാക്കകൾ വരും കർത്താവ് പറഞ്ഞു അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയരികെ വീണു. ഈ പ്രസംഗിച്ചപ്പോൾ ചിലപ്പോൾ കഥകളൊക്കെ പറഞ്ഞാണ്, അതാരും പിടിക്കില്ല, അതൊക്കെ അവിടെ കിടക്കും. ഞാനിപ്പം എന്റെ പുറകിൽ വന്ന് ബൈക്ക് ഇടിച്ച കഥ നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല. പക്ഷെ ഈ വചനം പറഞ്ഞുണ്ടല്ലോ, അതെല്ലാം കാക്ക കുത്തിക്കൊണ്ടുപോകും. ഏത് കാക്കയാ? വീട്ടിലോട്ട് ചെല്ലുമ്പം ടി വി വെക്കുമ്പം പിണറായി വിജയൻ, വീണ വിജയൻ, ഉമ്മൻചാണ്ടി, ജയിക്ക്, ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും ആ കാക്കകളെല്ലാം കൂടെ വന്ന് ഈ കേട്ടതെല്ലാം. അപ്പൊ ക്രിസ്ത്യൻ വിവാഹത്തിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനകത്ത് തന്നെ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഈ ധനം വെച്ചിട്ട് പറയാണ്, ഒരു കുടുംബജീവിതത്തിലേക്ക്, ഒരു ക്രിസ്ത്യൻ കുടുംബജീവിതത്തിലേക്ക് പോകണമെങ്കിൽ ഈ ആത്മിക അനുഗ്രഹങ്ങളെ ട്രസ്റ്റ് ചെയ്യണം, ടാപ്പ് ചെയ്യണം. അല്ലാതെ നല്ല വിദ്യാഭ്യാസമുള്ള ആളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോൾ അവന് നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാ, നല്ല ഇടപെടലാ, അത് വെളിയില, അകത്തോട്ട് ഇരുമ്പോഴറിയില്ല അവൻ ഏത് ടൈപ്പ് ആളാണ്. ഓ നല്ല കുടുംബക്കാരാ. കഴിഞ്ഞ ദിവസം നല്ല കുടുംബം നോക്കി കല്യാണം കഴിച്ച് അവരുടെ കൗൺസിൽ ചെയ്തിട്ട് വന്നിരിക്കും. അതിന്റെ ക്ഷീണം ഇന്ന് വരെ മാറിയിട്ടില്ല. ഭയങ്കര വിദ്യാഭ്യാസ, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്നില്ല. A+B² അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്യാണത്തിന് നോക്കുന്ന കുടുംബം, സഹോദരങ്ങളെ, എത്ര വലിയ കുടുംബമായാലും ആദമിന്റെ അല്ലേ സന്തതി, അതിലും വലിയ കുടുംബമൊന്നും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കല്യാണത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടികൾ കൊണ്ട്, അപ്പൊ വിവാഹം കഴിക്കുന്നത് എങ്ങനെ, കർത്താവ് കാണിച്ചു തരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി അതോ നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ച് പോയാൽ സാരമില്ല, അത് കർത്താവ് ശരിയാക്കി എടുത്തോളും. പക്ഷെ ഇതുവരെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ, നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പിള്ളേർക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തരുന്നതാണ്. കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ദൈവം തരുന്നവരെ. അപ്പൊ ദൈവം തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമായാൽ തന്നെ പറയാലോ ദൈവം തന്നതാണ്, സ്തോത്രം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും ധനം നമുക്ക് അവിടെ ഉണ്ട്. ഈ ധനത്തിന്റെ പ്രത്യേകത, ആത്മീക ധനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മീക ധനത്തിന്റെ പ്രത്യേകത ഇത് നമ്മളെ പരാതികളില്ലാത്തവരാക്കി മാറ്റുന്നതാണ്. ഉദാഹരണത്തിന് ചില ആൾക്കാർ ഇങ്ങനെ പറയാറില്ലേ, ഓ എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ബ്രദറെ, എനിക്ക് അവന്റെ മുഖം കാണുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ധനമില്ല. ഈ സ്വർഗത്തിലുള്ള, ഈ ഭൂമിയിലുള്ള ധനമുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടില്ല, അവർക്ക് ഇപ്പൊ ഒരു പുതിയ കാറ് മേടിക്കണം എന്ന് വിചാരിച്ചാൽ രാവിലെ തീരുമാനിച്ചാൽ ഉച്ചയാവുന്നതിന് മുമ്പ് അവരത് മേടിക്കും. ഒരു പുതിയ വീട് വെക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ ധനവാൻ, ശരിക്കുള്ള ധനവാൻ എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നവനാണ് ധനവാൻ. അപ്പോൾ ആത്മീക ധനവാൻ ആരാ? ആരെ വേണേലും സ്നേഹിക്കാൻ പറ്റുന്നവൻ. ശരിയല്ലേ? ആണോ? ഏത് കഠിനമായ പാപവും ക്ഷമിക്കാൻ പറ്റുന്നവൻ. കാരണം അവൻ അത്ര ധനമുണ്ട്. കാരണം അവനിൽ ക്രിസ്തുവാണ് വസിക്കുന്നത്. ക്രിസ്തുവിലാണ് ഈ സകല ധനത്തിന്റെയും സമ്പൂർണതയുള്ളത്. ഈ സമ്പൂർണതയുള്ള ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവർക്ക് മാത്രമാണ് ഏതു മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? എന്നിട്ട് 3:16 വരുമ്പം, ആ 3:16 ഒരു പ്രാർത്ഥന ഉണ്ട്. ഇതാണ് ശരിക്കും ഈ എഫേസ്യ ലേഖനത്തിൽ മുമ്പോട്ടുള്ള പേരന്റിങ്ങിനെ കുറിച്ചായാലും ഫാമിലി ലൈഫിനെ കുറിച്ചായാലും അതിനുള്ള സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പൊ പുറത്തെ മനുഷ്യൻ ബലമുള്ളവനാണ്. എങ്ങനെയായിരിക്കും അറിയോ? എന്റെ കുടുംബക്കാര് ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ പിന്നെ കല്യാണം വന്ന് ആലോചിച്ചപ്പം നിങ്ങളുടെ സിമ്പതി തോന്നി നിങ്ങൾ കൊള്ളാലോ എന്ന് വിചാരിച്ചു. അല്ലാതെ കുടുംബം നോക്കിയായിരുന്നെങ്കിൽ എന്റെ കല്യാണം ഇങ്ങനൊന്നും നടക്കേണ്ടതല്ല. അപ്പൊ അത് എന്ത് സ്ട്രെങ്താ? പുറമേയുള്ള സ്ട്രെങ്താണ്, അകമേയുള്ള സ്ട്രെങ്താണ്? പുറമേയുള്ള. ഇപ്പൊ ഭാര്യ പറയാ, നിങ്ങളുടെ കുടുംബത്തിൽ അവരുടെ സ്വഭാവം കണ്ടോ? അതാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ മേന്മ. ഇതേ കണ്ടില്ലേ ഒരുത്തൻ കിടക്കുന്നത്? അത് ആരുടെ സ്വഭാവം? ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ളവരൊന്നുമില്ല. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അപ്പൊ ഇത് പുറമേയുള്ള ശക്തിയല്ലേ? ആരാ ജയിച്ചത്? ഈ പുറമേയുള്ള ശക്തി വെച്ച് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തോണ്ട്. അകമയുള്ള ശക്തി എന്താ? അകമയുള്ള ശക്തി എന്ന് പറയും എന്ത് കേട്ടാലും സ്തോത്രം എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്നുള്ള ശക്തിയല്ല. അത് എവിടെ നിന്ന് വരുന്ന? അപ്പൊ നമ്മൾ ഈ ക്രിസ്തുവിന്റെ റിസോഴ്സസ് കൊണ്ട് സമ്പന്നനാകുന്ന പുറം മനുഷ്യനല്ല, അകം മനുഷ്യൻ. ലോകത്തുള്ള സമ്പത്ത് കൊണ്ട് സമ്പന്നനാകുന്ന ആരാ?
പുറം മനുഷ്യന് വിദ്യാഭ്യാസം, സമ്പത്ത്, സമൂഹത്തിലെ നന്മ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പാരാമീറ്റേഴ്സ് കല്യാണത്തിന് മാത്രം ഫിറ്റ് ആവത്തില്ല. കല്യാണത്തിന് വേണ്ടത് കർത്താവ് ഉള്ളിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നത്, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അടുത്ത വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. അപ്പൊ ശരിക്കും കർത്താവ് ഈ സ്നേഹം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞ് ചുമ്മാ സ്നേഹമല്ല, ക്രിസ്തുവിന്റെ സ്നേഹം. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരായിരുന്നു? അല്ല 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 അല്ലല്ല ആരായിരുന്നു? അത് ഞാനായിരുന്നു. എന്തുകൊണ്ടാ ബൈബിളിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാനിത് പറയാൻ കാരണം, യോഹന്നാനെയാണ് ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിച്ചതെന്ന് ആരാ പറഞ്ഞത്? ഏത് സുവിശേഷത്തിലാ അതുള്ളത്? യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. പത്രോസ് പറഞ്ഞില്ല, യേശു ഞങ്ങളെല്ലാം കൂടെ നടന്നാലും സ്നേഹം യോഹന്നാനോടായിരുന്നു. പത്രോസിന് ഒരിക്കലും തോന്നിയിട്ടില്ല. മത്തായി അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ അതാര് മാത്രമേ പറഞ്ഞുള്ളൂ? അതെന്തുകൊണ്ടാ യോഹന്നാൻ അങ്ങനെ പറഞ്ഞേ? പത്രോസിനെ രക്ഷിക്കാൻ കർത്താവ് വേണം ഒരടി താവോട്ട് വെച്ച് കാണുള്ളൂ. എന്നെ രക്ഷിക്കാൻ കർത്താവ് ഒരു കുഴിക്കകത്ത് ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് യോഹന്നാൻ വിചാരിച്ചു കൂടുതൽ ഇളച്ചി കിട്ടിയ എന്നെ സ്നേഹിച്ച പോലെ അപ്പോൾ നോക്കുമ്പം അതിനേക്കാളും ഇളച്ചി കിട്ടിയ ആൾ ഞാനായിരിക്കുമല്ലോ, അല്ലേ? അപ്പൊ ശരിക്കും അവരവർക്ക് എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യം എന്താണ്? എന്നെയാണ്. അപ്പൊ ഇത്രയും എന്നെ സ്നേഹിച്ച കർത്താവിന് മുമ്പിൽ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആളോ എന്തായാലും എന്നേക്കാൾ ഭേദമായിരിക്കും, അല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം. അപ്പൊ ഇവളൊക്കെ രക്ഷിക്കപ്പെട്ടതാണോ? ഇവൾക്ക് കർത്താവിനെ അറിയുന്നതാണോ? അങ്ങനെ എന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ്. അപ്പൊ നീ എന്റെ സ്നേഹം എന്താന്ന് പഠിക്കണമെങ്കിൽ ഇവളെ സ്നേഹിച്ചോണ്ട് തുടങ്ങി. ഞാൻ നിന്നോട് എങ്ങനെയാ ക്ഷമിച്ചതെന്ന് മനസ്സിലാണെങ്കിൽ നീ ഇവിടെ ക്ഷമിച്ചോണ്ട് തുടങ്ങി. അപ്പൊ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ ചോദ്യം വരുന്നുണ്ടോ? തല്ലി കൊന്നാൽ പോലും ഡൈവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? കർത്താവിനെ കൊന്നിട്ടും സ്നേഹിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറയും ഇതേ സ്നേഹം നിങ്ങൾ സ്നേഹിച്ചോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ? അപ്പം നിങ്ങൾ പറയുമായിരിക്കും, എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ മേല. അപ്പൊ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റിയതും നിങ്ങൾക്ക് വേണ്ടതുമാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. കാരണം ആ മനുഷ്യനെ നിങ്ങൾക്കല്ലാതെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അയാളെ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് വിട്ടിരിക്കുന്നത്. വേറെ ആരുടെ കൂടെ വിട്ടാൽ ആള് പോക്കായിരുന്നു. അതുകൊണ്ട് ദൈവം എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ്, കയ്യിലെടുത്ത് തന്നുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. കർത്താവെ, എൻ്റെ ഈ ഭർത്താവിനല്ലേ ഭാര്യയെ എനിക്ക് തന്നെ, വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നതിനായിട്ട് സ്തോത്രം. ഒന്ന് പറഞ്ഞു നോക്കി, മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞോ. വേറെ ആരും ഓർത്തുകൊണ്ട് പറഞ്ഞേക്കില്ലേ? ഈ ഭാര്യയെ തന്നെ, ഇതേ മക്കളെ തന്നെ, ഈ കുടുംബത്തെ തന്നെ എനിക്ക് തന്നെ തന്നതിനായിട്ട് എനിക്ക് അതിനകത്തുള്ള നിന്റെ ബുദ്ധി ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നീ എങ്ങനെ ഇതിനെ തന്നെ പക്ഷെ എന്നാലും തന്നത്. അപ്പൊ അതൊരു ആ സ്നേഹം തോന്നില്ലേ? ഇല്ലേ? കർത്താവ് തന്നതാണല്ലോ എന്ന് ഓർക്കുമ്പോ. ഇപ്പൊ വലിയ ആൾക്കാര് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളത് കുറച്ചുനാൾ സൂക്ഷിച്ചു വെക്കും. പണ്ട് എനിക്ക് നിത്യചൈതന്യ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാവോ? പുള്ളി എനിക്ക് ഗീതാഞ്ജലി, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി പുള്ളി ഒപ്പിട്ട് ഒരു കോപ്പി എനിക്ക് തന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാനത് കുറെ നാൾ വെച്ചോണ്ടിരുന്നു. പിന്നെ ഇതിനകത്ത് വില വലിച്ചു ദൂരെ കഴിഞ്ഞത്. അത് എന്നാൽ നമ്മൾ കുറച്ചുനാൾ സൂക്ഷിക്കും, കാരണം ഇന്നൊരാൾ തന്നതാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ സകലത്തിന്റെ ഉടയവനായ കർത്താവ് നമുക്ക് തന്ന ഈ നിധി കണ്ടാൽ നിധിയായിട്ടൊന്നും തോന്നില്ലായിരിക്കും, സ്വഭാവം കണ്ടാൽ തോന്നി. പക്ഷെ കർത്താവ് തരുന്നത് കൊണ്ടാണ് അത് എന്തായി മാറുന്നത്, അല്ലേ? അടുത്ത പ്രാർത്ഥന വായിച്ചു. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും. ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു, ചവിട്ടുന്നു, തുപ്പുന്നു.
മക്കളെ എല്ലാം അങ്ങനെ പുള്ളി ഭയങ്കര കിരാതമായ പണിഷ്മെന്റ്സ് ആണ്. അപ്പൊ ഞാൻ പേടിച്ചുപോയി. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡൈവോഴ്സ് ഒന്നും ചെയ്യരുത്, സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചിട്ട് ഏതെങ്കിലും കൗൺസിലർമാരെയോ എൽഡർമാരെയോ വിളിച്ച്, അവർ ഞങ്ങളുടെ ദേശത്തല്ല വെളിയില്ല, ഏതെങ്കിലും എൽഡർമാരെയോ ആരെങ്കിലും വിളിച്ച് അവരെ കൊണ്ടൊന്ന് കൗൺസിൽ ചെയ്യിപ്പിക്കുക, നിങ്ങൾ പോയി അവിടെ പോയി. അപ്പൊ അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി സാർ, ശരി ശരി എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഫോൺ ചെയ്തു, എങ്ങനെയുണ്ട് ചോദിച്ചു. പറഞ്ഞു, ഫാസ്റ്റർ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അവരെ വഴിതിരിച്ചു വിട്ടേനെ. അപ്പോ ദൈവം തരുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമുക്ക് ക്ഷമയില്ലാത്ത ഒരാൾക്ക് ദൈവം കൊടുക്കുന്നത് അവനെ ക്ഷമ പഠിപ്പിക്കാൻ പറ്റിയ ഒരാളായിരിക്കും. കാരണം എന്താ, ദൈവത്തിന് നിങ്ങൾ റോഡിൽ കൂടെ നല്ല സാരി ഉടുത്ത് കൈ പിടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നടക്കുന്നതല്ല വിവാഹം. വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ക്രിസ്തുവിനെ പോലായി മാറുന്നതാണ്, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങളുള്ളവരായി മാറുന്നതാണ്. അതാണ് ഈ പ്രാർത്ഥന. അടുത്ത വാക്യം കൂടെ, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും. അപ്പൊ ശരിക്കും നമ്മുടെ വിശുദ്ധീകരണം, അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, റോമാലേഖനം മുതൽ എഫെസ്യ ലേഖനം 3:15 വരെ നീതീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ സ്വഭാവത്തിൽ ദൈവം എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്, നമ്മൾ എങ്ങനെയാണ് വിശുദ്ധരായി മാറുന്നത് എന്നുള്ള ടീച്ചിങ് തുടങ്ങുന്നത് ഈ 3:16 മുതലുള്ള വാക്യങ്ങളിലാണ്. ഓക്കെ, അവിടെ പറയാണ് ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മൾ നിറഞ്ഞു വരണം. അപ്പൊ ദൈവത്തിന്റെ 2 തരത്തിലുള്ള നിറവുകളുണ്ട്. നമുക്കറിയാം, ഒന്ന് ദൈവം നമ്മളിലേക്ക് പകരാത്ത നിറവുകളാണ്. അതായത് ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, നിത്യനാണ്. ഇത് നമ്മളിലേക്ക് പകരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ മോറൽ ഗുണങ്ങൾ, സ്നേഹം, കരുണ, ക്ഷമ, ഇതെല്ലാം നമ്മളിലേക്ക് പകരുന്നുണ്ട്. അതിനാലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം. എന്തിനാണെന്നറിയോ? നല്ല ഭാര്യയും ഭർത്താവും ആവാൻ വേണ്ടി. ഇനി നമുക്ക് 5:22 വരാം. 5:22 വായിക്കുന്നതിന് മുമ്പ് 21 നമുക്കൊന്ന് വായിക്കാം. 21 വായിച്ചേ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പൊ ഭാര്യ ഭർത്താവിനാണോ, ഭർത്താവ് ഭാര്യയ്ക്കാണോ? ഭാര്യമാർക്കെല്ലാം ഒരിത്തിരി ആശ്വാസമായില്ലേ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം. ഈ അന്യോന്യത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്നറിയോ? ഈ ലോകത്തുള്ള സകല മനുഷ്യരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കൊച്ചു വന്നിട്ട് നിങ്ങളോട് പറയാണ് കർത്താവ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ, ആ കൊച്ചിനെ പേടിക്കരുത്, കർത്താവിനെ പേടിക്കണം. കർത്താവിനെ പേടിച്ചിട്ടാണോ മോനെ, ഉടൻ നമ്മൾ സബ്മിറ്റഡ് ആയേ പറ്റൂ. കാരണം കർത്താവിനെയാണ് നമ്മൾ ഭയപ്പെടുന്നതെങ്കിൽ ആര് പറഞ്ഞാലും താണു കൊടുത്താൽ നമുക്ക് ഒരു പ്രയാസമില്ല. ശരിയാണ്. എൻ്റെ മക്കൾ എന്നോടൊന്ന് പറയാണ്, പപ്പ ഇത് ചെയ്ത് ശരിയായില്ല കേട്ടോ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ആണോ? നീ ആരാ എന്നോട് പറയാൻ എന്ന് ചോദിക്കരുത്. നീ എന്നെ പഠിപ്പിക്കാറായോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിനകത്ത് നിങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നില്ല. അപ്പോൾ കർത്താവിന്റെ ഭയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സകലരോടും കർത്താവിന്റെ ഭയത്തിൽ അന്യോന്യം. ആ മനുഷ്യന്റെ സ്റ്റാറ്റസ് നോക്കരുത്. ആരെങ്കിലും ഒരാൾ നമ്മളെ തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ അവൻ്റെ മുമ്പിൽ നീ എൻ്റെ ഗുരുവാണെന്ന് സങ്കല്പിക്കുക. അതാണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്. ഐ സബ്മിറ്റ് ടു യു, യു ടീച്ച് മീ. അത് ആരോടും പറയും. എന്നിട്ടാ പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താവിന് കീഴടങ്ങുവിൻ. ഇത് ആരാ വായിക്കുന്ന? ഭർത്താക്കന്മാർ. അവർ നോക്കിയിരിക്കുവോ? എന്തിനാണെന്നറിയോ? കീഴടക്കാൻ. പക്ഷെ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കീഴടക്കുവിൻ എന്നൊരു വാക്യമില്ല. ഉണ്ടോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ അനുസരിപ്പിക്കുവിൻ എന്നുണ്ടോ? അനുസരിച്ചില്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്കുവിൻ ഉണ്ടോ? ഒന്നുമില്ല. ഭർത്താക്കന്മാർ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഭാര്യമാരോട് മാത്രം പറയുന്നത്. എന്താ? അപ്പം ഭാര്യമാർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർ കീഴടങ്ങിക്കോളും. ഭർത്താക്കന്മാർ അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പോകണ്ട. ഇനി ഭാര്യമാർ എന്ത് വിചാരിച്ചോണം? ഇതെന്റെ ക്രിസ്തുവിലുള്ള കടമയാണെന്ന് അവരവർ വിചാരിക്കണം. ശരിയല്ലേ? ഓക്കെ. ഈ കീഴ്പ്പെടുത്താൻ വരുന്ന ഭർത്താവിനെ കുറിച്ചുള്ള കമാൻഡ്മെന്റ് ആണ് എന്നെ പേടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഞാനൊരു ഭർത്താവായതുകൊണ്ട് ഈ കീഴടക്കുന്ന ലീഡർ ഉണ്ടല്ലോ. ആരാ ലീഡർ? വീടിന്റെ ലീഡർ ആരാ? പുരുഷൻ, ഭർത്താവ്. ഈ ഭർത്താവിന്റെ ലീഡർഷിപ്പ് ഏത് രീതിയിലുള്ള ലീഡർഷിപ്പ് ആണെന്നുള്ളതാണ്. നാളെ രാവിലെ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ മതി, അല്ലെ? ഞാൻ പറയുന്ന ഡ്രസ്സ് ഇട്ടാൽ മതി, ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിച്ചോണം. ഈ കീഴടങ്ങൽ കൊണ്ട് ഒരു കാര്യമില്ല. ഏത് ഡ്രസ്സ് ഇട്ടാലും അതിനെ ദൈവത്തിന് പ്രത്യേകിച്ച് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ എന്താ ഈ കീഴടങ്ങുക എന്ന് പറഞ്ഞ? കർത്താവിനെന്ന പോലെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരുഷൻ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ട്. ഇന്നിപ്പോ പുരുഷന്മാർ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന് കുടുംബത്തിലുള്ളത്. ഒരു പുരുഷന്റെ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ട്. ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു സ്വഭാവം ബേസ്ഡ് ആയിട്ടുള്ള, ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള. ഇതിനകത്ത് പുരുഷൻ സ്ത്രീ എന്നുള്ള വ്യത്യാസമൊന്നും ബേസിക്കലി ഇന്നില്ല എങ്കിൽ പോലും
ജനറലി ദർ ഈസ് ദാറ്റ് ഡിഫറൻസ്. ഒരു പുരുഷന്റെ നിയന്ത്രണത്തിലേക്ക് ഒരു സ്ത്രീ സബ്മിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഈ ക്രിസ്തുവിന് കീഴടങ്ങുന്ന പോലെയാണ്. അതായത് കർത്താവിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയാണ്. തന്നെയുമല്ല, പുരുഷൻ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? ഞാനൊരു ലീഡറാണ്, ജസ്റ്റ് ലൈക്ക് ക്രൈസ്റ്റ് വാസ് ഫോർ ദ ചർച്ച്. ആ ലീഡർ എന്താ ചെയ്തത്? കാല് കഴുകി, അല്ലേ? ആണോ? ഈ സഭ സബ്മിറ്റ് ചെയ്ത കർത്താവ് എന്ന ലീഡർ എങ്ങനെ പെരുമാറിയത്? മര്യാദയ്ക്ക് കീഴടങ്ങിക്കോണെന്ന് പറയുമായിരുന്നോ? ശിഷ്യന്മാരും കർത്താവും കൂടെ പോയപ്പോ ആരാണ് ഈ പേഴ്സ് വെച്ചോണ്ട് നടന്നറിയോ? പേഴ്സ് ആരുടെ കയ്യിലായിരുന്നു? അതറിയാം എല്ലാവർക്കും. ഈ അവരൊന്നിച്ചു പോകുമ്പോ ആഹാരം വിളമ്പി കൊടുത്തോണ്ടിരുന്ന ആരാ? യേശു ക്രിസ്തുവാ. അതെവിടാ പറഞ്ഞേക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മേശയിൽ ഇരിക്കുന്നവനാണോ, മേശമേൽ ശുശ്രൂഷിക്കുന്നവനാണോ ആരാകുന്നു വലിയവൻ? ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷകനെ പോലെ അല്ലായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഇരുത്തിയിട്ട് കർത്താവാണ് വിളമ്പി കൊടുത്തോണ്ടിരുന്നത്. അപ്പം കർത്താവിന് സഭ എങ്ങനെ കീഴടങ്ങിയിരുന്നോ അതുപോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്ന ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഈ കീഴടക്കേണ്ടത്? ഭർത്താക്കന്മാരുടെ ഇല്ലേ കാല് കഴുകി ആഹാരം ഉണ്ടാക്കി കൊടുത്ത് ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരം മുഴുവൻ വരുന്ന ഭർത്താക്കന്മാരുടെ മേലാണ്. ഞാനിത് ആലോചിക്കുമായിരുന്നു, ക്രിസ്തുവിന്റെ ലീഡർഷിപ്പ് പാറ്റേൺസ് എടുത്തു കഴിഞ്ഞാൽ സഭയിലായാലും ഭവനത്തിലായാലും ഈ നേതാവാകാൻ പോകുന്നവൻ പോക്ക. അവന്റെ കാര്യമാണ് കട്ടപ്പോകാന്ന് പറയല്ലേ, ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആൾക്കാർ ചോദിക്കും, ഇവിടുത്തെ പാസ്റ്റർ ഏതാ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടി ഇല്ല, ഞങ്ങൾക്ക് ഈ എൽഡർമാരെല്ലാവരും സഹോദരന്മാർ. ഓക്കെ, അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലീഡർ ആരാ? ഞാൻ പറഞ്ഞു, അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ? ആരാണോ ഇവിടെ ആദ്യം വന്ന് വിരിച്ചിടുന്നത്, ആരാണോ വോളണ്ടറി ആയിട്ട് അടിച്ചു വാരുന്നത്, ആരാണോ ഇവിടെ എല്ലാവർക്കും ദാസനായിരിക്കുന്നത്, അയാളാണ് ഞങ്ങളുടെ ലീഡറാകാൻ പോകുന്നത്. ഞങ്ങളെല്ലാം അയാളുടെ പുറകെ പോകുന്നത്. ഇത് നമ്മൾ സഭയിലും മറന്നു പോകുന്നു, വീട്ടിലും മറന്നു പോകുന്നു. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഈസ് ഡിഫറെന്റ്. അത് മാത്രമല്ല, ഈ സെർവന്റിനാണ് ഈ ഭാര്യ സബ്മിറ്റഡ് ആകുന്നത്. അപ്പൊ രണ്ടും 1ാം ക്ലാസ് സെർവൻസ് ആണ്. സന്തോഷമായോ? തീർച്ചയായിട്ടും. ഇപ്പോഴൊരാശ്വാസം ഇത്. രണ്ടും 1ാം ക്ലാസ് സെർവൻസ്. അതായത് ഇത് ഇവിടെ യജമാനനില്ല, പിന്നെ ആരേ ഉള്ളൂ? ഞാൻ ശുശ്രൂഷിക്കപ്പെടാൻ വേണ്ടിയല്ല, അനേകരെ ശുശ്രൂഷിച്ച് പ്രാണനെ വെച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അതിന്റെ പുറകെ പറയുന്നത് എന്നാന്നറിയോ? ഈ എഫേസ്യർ 5:25 തൊട്ട് വായിക്കുമ്പോൾ പുരുഷന്റെ കടമയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് എങ്ങനെ സഭയെ സ്നേഹിച്ചു. എന്നോട് പണ്ടൊരാൾ പറഞ്ഞാണ്, യേശു കർത്താവിന് അതൊക്കെ പറയാം. യേശു കർത്താവ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, പിള്ളേരില്ലായിരുന്നു. നീ ആണെങ്കിൽ കല്യാണം കഴിച്ചു, പിള്ളേരും ഉണ്ട്, എന്നിട്ട് നീ ഈ സ്വത്തും വേണ്ടാന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു, കർത്താവ് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ലോകത്തിലെ ഏറ്റവും മോശം ഭാര്യയെ കിട്ടിയ ഭർത്താവാണ് കർത്താവ്. അത് നമ്മളാണ്. രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവിന് കിട്ടിയത് യൂദ, എല്ലാം ചേർന്ന ഒരു 12 പേര്. വിസിബിളി അവരായിരുന്നു മണവാട്ടിമാര്. യഥാർത്ഥ യൂദ ആയിരുന്നില്ല എങ്കിൽ പോലും കർത്താവിന് കൊടുത്ത ശിഷ്യന്മാരെ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്ത 12 പേരെ കിട്ടിയത്. അത് മാത്രമാണോ? ഇപ്പോഴത്തെ അവസ്ഥ നോക്കി. ഒരു നിമിഷം കർത്താവ് അങ്ങോട്ട് മാറിയാൽ നമ്മൾ ഈ ലോകത്തിലെ ജാരന്മാരെ നോക്കും. സ്വത്ത്, സമ്പത്ത്, പണം, ഇതിന്റെ മേലെ കണ്ണും നട്ടിരിക്കുന്ന, കൊതിച്ച് നോക്കിയിരിക്കുന്ന, ഒരിക്കലും മണവാളന്റെ മുഖത്ത് പോലും നോക്കാത്ത, ഒരു നേരെ സ്വഭാവം ഇല്ലാത്ത കുറെ എണ്ണത്തിനെ കർത്താവ് വിളിച്ചിട്ട് മണവാട്ടിയാക്കി. അപ്പൊ നിങ്ങൾ പറയാം, എൻ്റെ ഭാര്യ കുറച്ചും കൂടെ നല്ലതായിരുന്നെങ്കിൽ ഞാൻ അവളെ സ്നേഹിക്കുമായിരുന്നു. നല്ലതാണെങ്കിൽ സ്നേഹിക്കുമായിരുന്നുള്ള ക്രിസ്തീയ ലവ് അല്ല. കർത്താവിന്റെ സ്നേഹം എന്താ? ഒരു ഗുണവുമില്ലാത്ത, ഏത് സമയത്ത് ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണവാട്ടിയെ സ്വന്തം രക്തം കൊണ്ട് വിശുദ്ധീകരിച്ചു. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കാണും, ഈ ക്രിസ്ത്യൻ മാരേജ് എന്ന് പറയുന്നത് ശരിക്കും മറ്റു മാരേജ് പോലുള്ള അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഒന്നുമില്ല. കോംപ്രമൈസ് ഇല്ലാത്ത എന്തുണ്ടെന്നറിയാം? ഒരു ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് 1-2 പേരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചോ, എനിക്ക് നിങ്ങൾ അവരോട് മിണ്ടുന്നൊന്നും ഇഷ്ടമില്ല, ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, ഞാനും മിണ്ടുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ മതിയോ? കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഫസ്റ്റ് ഗോഡ്. നമ്മൾ രണ്ടുപേരും ഭാര്യയുടെ രാജ്യം സ്ഥാപിക്കാനോ ഭർത്താവിന്റെ രാജ്യം സ്ഥാപിക്കാനോ അല്ല,
രണ്ടുപേരുടെ രാജ്യം ഒടിഞ്ഞു പൊട്ടി ക്രിസ്തുവിന്റെ രാജ്യം അവിടെ വാഴാൻ വേണ്ടിയാണ് ക്രിസ്ത്യൻ മാരേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു തലയായിരിക്കുന്നത്. ഞാനാണോ നീയാണോ ജയിക്കുന്നുള്ളതല്ല, നമ്മളിൽ ആരാണോ വേഗം തോക്കുന്നത് അവരാ ശരിക്കും ജയിക്കുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഞങ്ങളുടെ ചർച്ചിൽ ഒരു കല്യാണം കഴിഞ്ഞപ്പം കല്യാണം നടത്തിയ ആള് ചെന്ന് കല്യാണം കഴിഞ്ഞ പിള്ളേരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ കല്യാണം കഴിപ്പിച്ചതെന്ന് അറിയാമോ പറഞ്ഞു. അവരാലോചിച്ചോണ്ടിരുന്ന വേറെ എന്തൊക്കെയോ, ഒന്നിച്ച് ജീവിക്കാം, സന്തോഷിക്കാം. എന്നിട്ട് ഈ ബ്രദർ പറഞ്ഞു, രണ്ടുപേരും തോക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. ഇതുവരെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു, ഇനി അങ്ങോട്ട് തോറ്റു കൊടുക്കുന്നവനാണ് ജയിക്കുന്നത്. ക്രിസ്തു തോറ്റവനെ പോലെ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ജയിച്ചവരെ പോലെ നടക്കുന്നത്. ഈ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഒരു ക്രിസ്ത്യൻ വിവാഹ ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യ വിവാഹ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം നമ്മൾ മാനസാന്തരപ്പെട്ടവരും ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിൽ ഉള്ള വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച, ക്രിസ്തുവിന്റെ ആത്മാവിനാലുള്ള പുതിയ സൃഷ്ടിയായി മാറിയ, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ പുതിയ സൃഷ്ടിയായി മാറിയവർക്ക് മാത്രമുള്ളതാണ് ക്രിസ്തീയ വിവാഹം. അതല്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല. അതല്ലാത്തവർ ഈ പ്രസംഗം കേൾക്കുമ്പോഴും ഞാൻ നിന്ന് ചെയ്യാൻ പോകുന്നില്ലെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞാണ്. നടക്കുന്ന കാര്യമല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം കർത്താവിന്റെ ഒരു കൽപ്പന അങ്ങനെ നടക്കുന്ന കാര്യമല്ല. ഒരു ധനവാനായ മനുഷ്യൻ യേശുവിന്റെ പിന്നാലെ വന്നപ്പോൾ എന്താ പറഞ്ഞേ? കർത്താവ് എന്താ പറഞ്ഞേ? നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമി. അപ്പോ കർത്താവ് പറഞ്ഞു, അവൻ പോയി കഴിഞ്ഞു പറഞ്ഞു, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴല കിടക്കുന്ന. നിങ്ങൾ സൂചിക്കുഴ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും? ഒട്ടകത്തെ കണ്ടിട്ടുണ്ടോ? ഒട്ടകത്തെ വേണ്ട, പശുവിനെ കണ്ടിട്ടുണ്ടല്ലോ. ഈ സൂചിക്കുഴലിലൂടെ ഈ പശു കിടക്കുന്ന ആലോചിക്ക്, നടക്കൂല. ശിഷ്യന്മാര് ആശ്ചര്യപ്പെട്ട് കർത്താവിന്റെ ഇങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? അപ്പൊ ശിഷ്യന്മാര് ധനവാന്മാർ എന്ത് ചെയ്യുന്നല്ല ചോദിച്ചത്. ധനവാന്മാരില്ലെങ്കിൽ നമ്മൾ പള്ളി എങ്ങനെ പണിയെന്നല്ല ചോദിച്ചത്. ശിഷ്യന്മാർ ചോദിച്ചത് ആരെങ്കിലും രക്ഷപ്പെടുമെന്ന. കാരണം അവർ ഒട്ടകത്തെ അല്ല നോക്കിയത്, അവർ സൂചിക്കുഴയാണ് നോക്കിയത്. സൂചിക്കുഴൽ ഒട്ടകം മാത്രമല്ല, ഒരു പൂച്ച പോലും ഒട്ടകത്തിന്റെ കാര്യം പറ്റും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പാറ്റയെങ്കിലും ആണല്ലോ. ധനവാൻ ഒട്ടകമാണെങ്കിൽ അതുപോലും ഈ സൂചിക്കുഴയിൽ കൂടെ കയറത്തില്ല. അപ്പൊ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുക, ഇത്രയും ചെറിയ സൂചിക്കുഴ കൊണ്ടുവന്നിട്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞ് ഇത്രയും ചെറിയ വാതിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരുത്തും രക്ഷപ്പെടുവോ? ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പാറ്റ പോലെ, ഒരു പുഴു പോലെയെങ്കിലും, ഉറുമ്പ് പോലെയെങ്കിലാണ് ഇതിനകത്ത് കിടക്കത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, മനുഷ്യനെ കൊണ്ട് ഇത് അസാധ്യം, ദൈവത്തെ കൊണ്ട് സകലതും സാധ്യം. അപ്പൊ ഏതൊട്ടകത്തെയും കാറ്റ് പോലെയാക്കി. അല്ല, ആത്മാവ് ജനിച്ചവനെല്ലാം എങ്ങനെയാന്ന് പറഞ്ഞ് കാറ്റ് പോലെയാവും. വെച്ചിട്ടുണ്ടോ? ആത്മാവ് ജനിച്ചവർക്കെല്ലാം കാറ്റിന്റെ സ്വഭാവം. കാറ്റിന്റെ സ്വഭാവം കർത്താവ് പറയുന്നതനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളും. വിട്ടുകൊടുക്കുന്ന പറഞ്ഞാൽ വിട്ടുകൊടുക്കും. വാന്ന് പറഞ്ഞാൽ വരും. സിറിയക്ക് പോകാന്ന് പറഞ്ഞാൽ പൊക്കോളും. നോർത്ത് ഇന്ത്യക്ക് പൊക്കോളാൻ പറഞ്ഞാൽ പൊക്കോളും. ജയിലിൽ കിടക്കാൻ പറഞ്ഞാൽ കിടക്കും. മരിക്കാൻ പറഞ്ഞാൽ മരിക്കും. കാറ്റ എവിടെ വേണമെങ്കിലും പോകും. കല്ലാണെങ്കിൽ കർത്താവിന് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കൊരു വീട് വേണം, എനിക്കൊരു പറമ്പ് വേണം, എനിക്കിവിടെ സെറ്റിൽ ആവണം. കല്ല് മാത്രമേ സെറ്റിൽ ആവുള്ളൂ, കാറ്റ് ഒരിടത്ത് സെറ്റിൽ ആവില്ല. സൂര്യക്കുഴ കൂടെ കയറണമെങ്കിൽ എന്താവും? അപ്പൊ ദൈവം നമ്മളുടെ പ്രകൃതത്തെ മാറ്റി, നേച്ചറിനെ മാറ്റി, ക്രിസ്തുവിന് അനുരൂപമായൊരു ഹൃദയം അതിലൂടെ കയറ്റിവിടാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ഒരു കുടുംബ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ, ക്രിസ്തീയ കുടുംബ ജീവിതമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റത്തില്ല. അത് കർത്താവിനെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ ഹെഡായിട്ട് പുത്രൻ ഇരിക്കുന്നത്. മുപ്പിരി ചരട് എന്ന് പറയുന്നത് ദൈവവും കൂടെ കൂടി ചേർന്ന ഒരു ബന്ധത്തിലൂടെ മാത്രമേ ഈ ക്രിസ്ത്യൻ വിവാഹം നടക്കുകയുള്ളൂ. അതിന് മറ്റൊരു പ്രിൻസിപ്പിൾസും ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം. ദൈവം എന്ന് വെച്ചാൽ വീണ്ടും കാണാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം.